الشهوات صدق رسول الله صلى الله عليه وسلم يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني فكن ماني من شر الحياة ومن شر الممات ومن إحراق جسماني مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم واعلموا أمة سيدنا محمد اللهم صل وسلم وبارك عليه. നസ്രത്തുൽ ഇസ്ലാം മദ്രസ ബളഞ്ച ചൊള്ളയിറായത്തിൽ നല്ലൊരു ബാലക്കാര ടീമും സംഘടിപ്പിച്ച് ഈ മഹത്തായ മജ്ലിസ് അല്ലാഹു കബൂലാക്കട്ടെ. ഇതൊക്കെ വേനായി ഓടി നടന്ന് സഹായിച്ച് സഹകരിച്ച എല്ലാ മോമിൻ മോമിനാത്തുകൾ അല്ലാഹു അർഹമായ പ്രതിഫലം തരട്ടെ. മൻ ഫരിഹ ബിനാ ഫരിഹനാ ബിഹി, ഞങ്ങളെ കൊണ്ട് ഒരാൾ സന്തോഷിച്ചെങ്കിൽ അങ്ങളെ കൊണ്ട് ഞങ്ങൾ സന്തോഷിക്കണ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്ന ആ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെ പെടുത്തിട്ട് ഈ റായത്തെ എല്ലാ മോമിൻ മോമിനാത്തുകളെയും അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കട്ടെ. മൈക്കത്തെ സൗണ്ട് തെല്ല് കൂട്ടും. അൽഹംദുലില്ലാഹ്, ദീർഘമായ ഒരു യാത്ര കഴിഞ്ഞിട്ടാണ് നാം അവിടേക്ക് എത്തിപ്പെട്ട്. 8:30 ಗಂಟೆಗೆ ನಾನು ಎತ್ತಿರೆ, 10:30 ಗಂಟೆಗೆ നിങ്ങളെ മുന്നിൽ ഞാൻ ഉണ്ട്. അൽഹംദുലില്ലാഹ്, നിങ്ങൾ എത്രമാത്രം നിൽക്കുവാറ് ചൊല്ലത് നക്കു കൊന്നില്ല. എന്തായാലും ആ എത്ര ഷോർട്ട് ആക്കിയിട്ട് ചൊന്നു കണ്ട പലക്കെ നാം നിപ്പാട്ടെ. ദീർഘമായ വാത് ഇണ്ടത്തെ കാലത്ത് ആവശ്യമില്ല, അതെല്ലാം ഉണ്ട്. ധാരാളം കിട്ടേ വേദികം അതിലെ പിന്നെ സംഘടിപ്പിക്കട എല്ലാ സോഴ്സും ഞങ്ങളെ കയ്യിലുണ്ട്. മോമിനിങ്ങളെ ഞങ്ങൾ ഇത്രമാത്രം അധ്വാനിക്കുന്നതും കഷ്ടപ്പെട്ടതുമെല്ലാം ഒരു കാര്യത്തിന് പേനായിട്ടാണ്. ആ കാര്യത്തെ പേരാണ് മഹബ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം സമ്പാദിക്കുകയും ഞങ്ങൾ പെട്ട പ്രയത്നമാണ് ഈ ഷീറ്റിട്ടതും ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതും ഇതുക്ക് പേനായി ഓടി നടക്കുന്നതും എത്രമാ നാളുങ്ങായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് അത് ഞങ്ങളെ ഈമാനുക അനിവാര്യമാണ്. ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലഹു. ഞങ്ങളെ ഈമാൻ ശക്തിപ്പെടുക ഏറ്റവും അനിവാര്യമായ ഒരു സംഗതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി വല്ലാത്ത സ്നേഹബന്ധം ഞങ്ങളുടെ മനസ്സിലുണ്ടാവുന്നത്. ആ സ്നേഹബന്ധം ഉണ്ടെങ്കിലേ അള്ളാഹുമായിട്ടുള്ള ബന്ധം, അള്ളാഹുമായിട്ടുള്ള ഈമാൻ അത് ശക്തിപ്പെടൂ. ആ ഈമാൻ ശക്തിപ്പെട്ടെങ്കിലേ ഞങ്ങളെ ജീവിതം ദീനും ദുനിയാവും ആഖിറവും വിജയിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും അള്ളാഹുമായി അടുക്കുകയും അള്ളാഹുടെ ഇഷ്ടം കരസ്ഥമാക്കുകയും അതിലെ വസീലയായിട്ടുള്ള മാധ്യമമായിട്ടുള്ള നബിതങ്ങളെ മഹബ്ബത്ത് അതിലെ കരസ്ഥമാക്കുകയാണ് ഈ പ്രയത്നങ്ങളെല്ലാം റബീഉൽ അവ്വൽ തിങ്കളിൽ പ്രത്യേകമായി ഞങ്ങൾ നടത്തല്. അള്ളാഹു കബൂലാക്കട്ടെ. ഇതെല്ലാം നബിതങ്ങളെ മഹബ്ബത്തും അള്ളാഹുടെ മഹബ്ബത്തും ഞങ്ങളുടെ മനസ്സിൽ ഉറച്ചു കിട്ടുകൊള്ള കാരണമായി അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു മനുഷ്യരുടെ മനസ്സിൽ മഹബ്ബത്ത് വരലോടുകൂടെ ജീവിതത്തിൽ അവനു സ്നേഹിക്കടെ ആള് എന്ത്രയാണ് അവണ്ടൊട്ടിക്ക് ഇഷ്ടപ്പെട്ടേ അത് മാത്രമേ അവനാക്കുക. അല്ലാത്ത വിഷയങ്ങളെ തൊട്ടവന് ദൂരെ നിൽക്കുക. പരിശുദ്ധമായ ഖുർആൻ മുഅ്മിനീങ്ങളെ വിശേഷത്ത് ചൊല്ലുമ്പോൾ അങ്ങനെയാണ് പഠിപ്പാട്ടി തന്നത്. ഈമാൻ കിട്ടണോണ്ട് കണ്ടെങ്കിൽ മഹബ്ബത്ത് അനിവാര്യമാണ്. മഹബ്ബത്ത് കിട്ടിപ്പോയിട്ടുണ്ട് കണ്ടെങ്കിൽ അതിലെ ലക്ഷണമായ ഖുർആൻ ചൊന്തു ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങ വിജയിച്ചു പോയാർ. എങ്ങനത്തെ മുഅ്മിനീങ്ങാണ്? അങ്ങനെ ലക്ഷണമാണ് ചൊല്ലെ. ഒരു മുഅ്മിന്റെ മനസ്സിൽ ഈമാൻ ശക്തിപ്പെട്ടു ചൊല്ലതിലെ ലക്ഷണമാണ് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അങ്ങനെ നിസ്കാരത്തിൽ നല്ല ഭക്തി അങ്ങോ കിട്ടു, ചിന്തങ്ങ എവിടെവിടകും പോവാണ്ട്
അള്ളാഹുബേനായി നിസ്കരിക്കുമ്പോൾ അതൊരു ടൈമും അതൊരു ജമാഅത്തും അതൊരു ശുദ്ധിയും കീപ്പാക്കി നിസ്കരിക്കുക സാധിക്കണം. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അങ്ങനെ ഈമാൻ ഞങ്ങളെ മനസ്സിൽ ഉറച്ചു കിട്ടുമ്പോ അനാവശ്യങ്ങ ഹറാമുങ്ങ ജീവിതത്തിൽ അനഗത്യമായ സംഗതികളെ തൊട്ടൊരു മനുഷ്യകു മാറി നിൽക്കുക സാധിക്കടു ചെന്നിട്ട് ഖുർആൻ അങ്ങ് പഠിപ്പാട്ടി തന്നുകൊണ്ടുണ്ട്. അനഗത്യങ്ങവും അനാവശ്യവും കൂടുമ്പോഴാണ് ഞങ്ങളെയും അള്ളാഹുടെയും ഇടയിൽ ഗ്യാപ്പ് പണ്ട്. ഞങ്ങളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വലിയ ഗ്യാപ്പ് പണ്ട്. ഈ ഗ്യാപ്പ് വന്ന കാരണം കൊണ്ടാണ് ഞങ്ങൾ പലപ്പോഴും ദ്വാർന്നിട്ട് ഉത്തരം കിട്ടലില്ല. പലപ്പോഴും സ്വലാത്തങ്ങ് ചെന്നിട്ടു നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായവും ആ നബി തങ്ങളെ കാണ്ടചൊല്ലിന്റെ മഹാഭാഗ്യവും നഷ്ടപ്പെട്ടു. അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കിടെ മഹാപാപമാണ്, അനഗത്യങ്ങാണ്. ഈ അനഗത്യങ്ങളെ തൊട്ട് മാറി നിൽക്കുന്നുണ്ട് കണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായ നമുക്ക് വേണ്ടത് മഹബത്താണ്. നിങ്ങൾ നോക്കൂ, ഞങ്ങളുടെ റായത്തിൽ ഒരാൾ ഒരു പെണ്ണിടെ സ്നേഹിച്ചാണ്ട് കണ്ടെങ്കിൽ ആ പെണ്ണ് ചെന്നതുപോലെയാണ് പിന്നെ ആ ബാലക്കാരുടെ ജീവിതം കാണുക സാധിക്കുന്നത്. ഒരു ബീഡി വലിക്കിടെ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കിടെ ഒരു ബാലക്കാർ ഒരു സുപ്രഭാതത്തിൽ ഒരു പെണ്ണിടെ സ്നേഹിച്ചാണ്ട് കണ്ടെങ്കിൽ ആ പെണ്ണ് സിഗരറ്റ് പുടണു എന്നെങ്കിൽ പിറ്റാണ്ട് മുതൽ അവന്റെ കയ്യിൽ സിഗരറ്റ് കാണ്ടില്ല. കാരണം ആ പെണ്ണുകളുടെ മഹത്വമാണ്. അവന് സ്നേഹിച്ചത് കൊണ്ട് സ്നേഹം ഹറാമായെങ്കിലും ആ സ്നേഹത്തെ പേരിൽ അവന്റെ സിഗരറ്റും അവന്റെ വേണ്ടാത്ത ചട്ടങ്ങം പുട്ടുപുട്ര. ഇത് ഒരു പെണ്ണുമായി ബന്ധപ്പെട്ട് ഏറ്റവും ക്ഷുല്ലകമായ വിഷയാണ്ട് കണ്ടെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ ഞങ്ങളൊട്ടിക്ക് കേട്ടുകൊണ്ടുണ്ട്. ഫമാ ളന്നുകും ബിറബ്ബിൽ ആലമീൻ. എങ്കിൽ ഈ ലോകത്തെ അടക്കി ഭരിച്ചുകൊണ്ടുള്ള ഞങ്ങളെ ഓരോ ശ്വാസവും ഉച്ഛ്വാസവും നിയന്ത്രിച്ചുകൊണ്ടുള്ള ഞങ്ങുപേനായ കണ്ണും കാതും മൂക്കും കൈയും വയറും കാലും തന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ടുള്ള ഞങ്ങളെ റബ്ബ്, ആ റബ്ബുടെയല്ലേ യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ സ്നേഹിക്കുവാനായത്. ഞങ്ങളെ സ്നേഹം എന്തുകൊണ്ടൊരു പെൺകുട്ടിയായിപ്പോണ്ടു? ആ പെണ്ണിടെ ചന്തമാ അല്ലെങ്കിൽ നോട്ടമാ അല്ലെങ്കിൽ പലക്കമാ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതി ഉള്ളത് കൊണ്ടാണ് ഒരു പെണ്ണുമായിട്ടുള്ള സ്നേഹം കൂട്ടരെ, അല്ലെങ്കിൽ ഒരു ആണുമായിട്ടുള്ള സ്നേഹം കൂട്ടരെ. ഒരാൾ 10,000 രൂപ തരുമ്പോ അയാളുടെ പേരിൽ അല്ലെങ്കിൽ അയാളുമായി നമുക്ക് വല്ലാത്തൊരു സ്നേഹം വന്നുകൊണ്ടു. ധർമ്മത്തിൽ ഒരു 10,000 ഒരാൾ തന്നിട്ടുണ്ട് കണ്ടെങ്കിൽ, അതുപോലെ പെണ്ണും ഒരു വേള ഞങ്ങളെ നോക്കി ചിരിച്ചിത്ത് അല്ലെങ്കിൽ മുണ്ടിത്തുണ്ട് കണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടാണ്ട് കണ്ടെങ്കിൽ പിന്നെ ആ പെണ്ണ് ചെന്നതുപോലെയാണ് ജീവിതം ഇക്കിടെ. എങ്കിൽ മുഅ്മിനീങ്ങളെ എത്ര കാലമായിട്ട് നാണും നിങ്ങവും ഒരു രണ്ടും ഒരു ബില്ലും പേ ആക്കാണ്ട് അല്ലാഹു തആല തന്ന നിഅമത്ത് സുഖിച്ചുകൊണ്ടുള്ളേ നിങ്ങൊന്ന് ആലോചനയാക്കി നോക്കൂ. വെറും അല്ലാഹു കണ്ണും മൂക്കും കൈയും ബായിയും കാതും തന്ന് അല്ലാഹു ഞങ്ങളെ പൊട്ടുല്ലല്ലേ. അതിന് ബദലായി ആ കണ്ണിടെ സുരക്ഷിതമായി എപ്പോഴും കാത്തുവയ്ക്കുന്ന ഒരു ലിക്വിഡ് ആ കണ്ണിടുക അല്ലാഹു സ്ഥാപിച്ച, ആ കണ്ണിടുക ഒരു തന്നി അല്ലാഹു സ്ഥാപിച്ച, ആ തന്നിയോ സുബ്ഹാനല്ലാഹ് അതിരെ ടേസ്റ്റ് അല്ലാഹു തആല ഉപ്പാക്കി വെച്ച, അതിരെ കീറുള്ള ബായി സുബ്ഹാന ജല്ല ജലാലുഹു ഒരു നാവ് മാത്രം തന്ന് വെക്കാണ്ട് അതിലെ ചുറ്റുഭാഗത്ത് പല്ലും തന്നിട്ട് അതിലുള്ള ഒരു ലിക്വിഡ് അല്ലാഹു വെച്ച ഒരു തന്നി. ആ തന്നി പ്ലെയിനാണ്, ഒരു ടേസ്റ്റും അതുക്കില്ല. അതിനപ്പുറമുള്ള കാത് വെറും കാത് മാത്രം തരാണ്ട് ആ കാതുറുൽഗത്തെ തന്നെ അല്ലാഹു കൈപ്പയാക്കി വെച്ച ഐക്കൊരു സ്മെല്ലും വെച്ച. ഇതെല്ലാം പടച്ച റബ്ബ് ഒരു പാർട്സുക മാത്രം തരാണ്ട് ആ പാർട്സിന്റെ നിലനിൽപ്പും ആ പാർട്സിന്റെ ശക്തി കുമ്പേനായി അല്ലാഹു സ്ഥാപിച്ച ദ്രാവകങ്ങളാണ്. ലോകത്ത് നാച്ചുറലായി കൈപ്പിട തന്നെ എവിടെ കിട്ടുന്നുണ്ട് കേട്ടെങ്കിൽ ചിലപ്പോ ചൊല്ലുക കഷ്ടാണ്. അതെ ഉപ്പ് തന്നെ തേടിയോണ്ട് ചിലപ്പോ ബീച്ചിട മുട്ട പോനായിട്ട് വരും. പ്ലെയിൻ തന്നെ കിട്ടുക കഷ്ടാണ്. ചിലപ്പോ സ്വീറ്റ് വാട്ടർ ആയിട്ടിക്കും അല്ലെങ്കിൽ ഉപ്പ് വാട്ടർ ആയിട്ടിക്കും. ഈ 3 തന്നിങ്ങളെയും അല്ലാഹു ഒരു മനുഷ്യയുടെ മുഖത്തിൽ സംഘടിപ്പിച്ച എന്ത് കാണത്? ഞങ്ങളെ കണ്ണിട തന്നെ ഒരു വേള ഉപ്പുട ബദലുക മധുരമായിട്ടിന്നെങ്കിൽ കണ്ടുൽകം നിക്കടെ ആ തെലുപ്പുടെ സാധനം എപ്പമാ ബെടക്കായി പോവൻ. പണ്ട് കാലത്ത് സൂറത്തുൽ മുൽക്കുടെ അവസാനത്തെ അധ്യായത്തെ ഭാഗം നിങ്ങൾക്ക് നല്ല തന്നെ കുമൻ തണ്ടവന് 6 ചൊല്ല ക്വശൻ കൊണ്ട് അവസാനിപ്പിക്കട സൂറത്തുൽ മുൽക്ക്. എല്ലാ ജാവുകും അത് ഓതകു സുന്നത്ത് എന്ന് പഠിപ്പാട്ടി തന്ന നബിതങ്ങൾ ഇയൽ മുഞ്ചിയ നിന്റെ ഖബർ അദാബിടെ തൊട്ട് രക്ഷപ്പെടുത്തരെ. നീ ഒറ്റപ്പെടുമ്പോ നിന്റെ കൂടെ കൂട്ടുകാരനായി നിക്കട നിന്റെ സൂറത്തുൽ മുൽക്ക് അത് നീ
ഭായിമാക്ക് ചെന്ന് പടിപ്പാട്ടി തന്ന നബിതങ്ങൾ അതിൽ അവസാനത്തെ ആയത്ത് അവസാനിപ്പിക്കടെ നിങ്ങൾക്ക് നല്ല തന്നെ കുമൺ തന്തോണ് 6 ചൊല്ല ക്വശൻ കൊണ്ടാണ് അവസാനിക്കടെ. അവിടെയെല്ലാം ആ സൂറത്തുൽ മുൽക്ക് ഓതൊരാൾക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ ചൊല്ലുക സുന്നത്തുണ്ട്. അവിടെയാണ് ഒരു പരമധികാരിയായ അഹങ്കാരിയായ രാജാവ് ചെന്ന് നക്ക് നല്ല തന്നെ കൊമ്പറകു ആരുടെയും അഗത്യമില്ല നാണ് നണ്ട ഉത്തര ജാലിൽ കിണം തോണ്ടിട്ട് ആ ജാളുടെ കിണത്തെ തന്നിനാണ് കുമണ്ട ചെന്നിട്ടാവുമ്പോ പടച്ചറബ് അവന്റെ കണ്ണിടെ തന്നെ 10 പാട്ടി വെച്ച ഡ്രൈ ആക്കി വെച്ച ആ തന്നി ഡ്രൈ ആവലോട് കൂടെ പിന്നെ അവന്റെ ജീവിതത്തിൽ അവനക്ക് കണ്ണ് കണ്ടില്ല, കണ്ണിടെ ദൃഷ്ടി നഷ്ടപ്പെട്ടു പോയി. ഒരു കണ്ണിടുകൾക്ക് കേവലം ദ്രാവകം മാത്രം വെക്കാണ്ട് അതിന്റെ ടേസ്റ്റിൽ പോലും അള്ളാഹു നേമത്താക്കിയ ഉപ്പാണ് അതിന്റെ ടേസ്റ്റ്. നിങ്ങൾ നോക്കൊരു സാധാരണ ബേക്കറിയിൽ കിട്ടിയ ബട്ടറുങ്ങ ബെണ്ണങ്ങ അത് എപ്പോഴും കീപ്പായി ഭദ്രമായി നിൽക്കുന്നുണ്ട് കണ്ടെങ്കിൽ ബടക്കാവാണ്ടിക്കുന്നുണ്ട് കണ്ടെങ്കിൽ അത് ഉപ്പിലിട്ടിട്ട് വെച്ചെങ്കിലേ ബടക്കാവാണ്ടിക്കും. അല്ലാണ്ട് ഒരു പ്ലെയിൻ തന്നിൽ ബെണ്ണയുടെ വെച്ചെങ്കിൽ ആ ബെണ്ണ ബടക്കായി പോവും. അതുപോലത്തെ സാധനമാണ് ഞങ്ങളെ കണ്ണിടുൽകവും ഉള്ളു. അതുപോലെ ഞങ്ങളെ കീഴിലുള്ള ആ ബായിയുടെ തന്നി പ്ലെയിനാണ്. ഒരു വേള മധുരമായിട്ടിന്നെങ്കിൽ നമുക്ക് ഉപ്പിടെ ടേസ്റ്റ് കിട്ടല്ല, പുളിയായിട്ടിന്നെങ്കിൽ കൈപ്പര ടേസ്റ്റ് കിട്ടല്ല. എല്ലാ ടേസ്റ്റും മനുഷ്യ കൊണ്ട് നാവ് കൊണ്ട് ആസ്വാദിക്കുക സാധിക്കുന്ന ചൊല്ലുടെ ഉദ്ദേശത്തിൽ അള്ളാഹു അവിടെ ഉള്ള തന്നെ പ്ലെയിൻ ആക്കി വെച്ച അതിനപ്പുറമുള്ള കാത് നിങ്ങൾ നോക്കൂ. ഞങ്ങൾ എപ്പോഴും അശ്രദ്ധമായി കിടക്കിടൊരു പാട്ടാണ് കാത്. 24 ഗಂಟೆയും 24/7 എല്ലാ ടൈമും ഓപ്പണിക്കിടൊരു ജാഗാണ്. ഏത് ടൈമിലും അവിടെ എറുമ്പുങ്ങം ജന്തുങ്ങം നൂലുകളുള്ള സാധ്യതയുണ്ട്. ഒരു വേള അതിര തന്നെ മാത്തു മധുരമായിട്ടിന്നെങ്കിലാ അവിടെ എല്ലാ എറുമ്പുങ്ങം പോയി ഗൂട് കെട്ടി ചെയ്ക്കുന്നത് ഞങ്ങളെ കാതുങ്ങം ഞങ്ങളെ ബ്രെയിനുങ്ങം എപ്പമാ തിണ്ട് നശിപ്പിച്ച് വെക്കുന്നത്. അള്ളാഹു നിഅമത്തായി അവിടെ ആ തന്നിടെ കൈപ്പയാക്കി വെച്ച ആ കൈപ്പയാക്കിയ കാരണം കൊണ്ട് ഏത് എറുമ്പുങ്ങം ആ കാതുറുകൾക്ക് പോകുമ്പോ തിരിച്ചു പണ്ട് ചത്തിട്ടാണ്, ഡെഡ് ബോഡി ആയിട്ടാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഈ എല്ലാം നിഅമത്ത് നാണ് കേക്കട്ട. ഇണ്ട് സുബഹി നിസ്കരിച്ചിട്ട് ആരെങ്കിലും കണ്ണിടെ ദൃഷ്ടിക്ക് ദ്വാർന്നങ്ങ ഉള്ളാറ, ആരെങ്കിലും നാവിടെ ആ ശക്തി നഷ്ടപ്പെടാണ്ടിക്കുക ദ്വാർന്നങ്ങ ഉള്ളാറ, ആരെങ്കിലും കാതര ശക്തി നഷ്ടപ്പെടാണ്ടിക്കുക ദ്വാർന്നങ്ങ ഉള്ളാറ. വേണ്ട ഇണ്ട് സുബൈത്തെ നാഷ്ടത്തുക വേനായി ദ്വാർന്നങ്ങ ഉള്ളാറ. ഒരു ദുആവും ഒരു അപ്പീലും ഒരു റിക്വസ്റ്റും ഇല്ലാണ്ട് പടച്ച റബ്ബ് നമുക്ക് തന്നോണ്ടുള്ള നിഅമത്ത് കയ്യും കണക്കുമില്ലാത്ത അല്ലാഹുടെ നിഅമത്ത് നിങ്ങൾ നമ്പറിട്ട് കണക്കാക്കി നോക്കുക പ്രയത്നപ്പെട്ടേണ്ട് കണ്ടെങ്കിൽ ആ നമ്പർ അന്തിമമിക്കല എണ്ടെങ്കിക്കല ഒരു കാലത്തും എണ്ണി തീർക്കുക സാധ്യമല്ല. എങ്കിൽ മുഅ്മിനീങ്ങളെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ പ്രേമവും ബന്ധവും സ്നേഹവും ആരോടാണ് വേണേ? പടച്ച റബ്ബുടൊട്ടികയല്ലേ. ആ മഹബ്ബത്ത് ഞങ്ങളെ കൽബുൽ ബന്ത, ആ ചിന്തക ഞങ്ങളെ കൽബുൽ ബന്ത. പിന്നെ ഞങ്ങളെ ജീവിതം പടച്ച റബ്ബുകു പേനായത് പോലെയാണ്. പിന്നെ കള്ളു കുടിക്കുക മനുഷ്യനിക്കല, അന്യ പെണ്ണിട നോക്കുക മനുഷ്യനിക്കല, വ്യഭിചരിക്കുക മനുഷ്യനിക്കല. സുബ്ഹാനല്ലാഹ് നിസ്കാരം ഖളാ ആക്കുക അവന്റെ കൊണ്ട് സാധിക്കല. എന്തേ കാരണം? അവന്റെ ചിന്ത നന്റെ ഏറ്റവും വലിയ സ്നേഹപാത്രമായ നന്റെ റബ്ബ് നക്ക് എല്ലാ കാലത്തും ഒരു ബില്ലും ഒരു പേയ്മെന്റും ഇല്ലാണ്ട് നന്റെ നിഅമത്തുങ്ങ കാത്തു സൂക്ഷിക്കട റബ്ബ്. ആ റബ്ബല്ലേ നന്റെ ഇത്രയും കാലം നന്റെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും തന്നവനു. അതുകൊണ്ട് അവണ്ടൊട്ടിക നക്ക് സ്നേഹം വേണ്ടേ ചൊല്ല ബോധം വരുമ്പോ ജീവിതത്തിൽ തപ്പുങ്ങ കുറയുക തുടങ്ങിട മുഅ്മിനീങ്ങളെ. പക്ഷേ ആ സ്നേഹം വേനോണ്ട് കണ്ടെങ്കിൽ അതിലെ ഏറ്റവും വലിയ വസീലയാണ് ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നബിതങ്ങളൊട്ടികയാണ് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പാടി കൊടുക്കൂടെ. നബിയെ നിങ്ങ ചൊല്ലറൂ ആ കൗമില്ലേ, യഹൂദീങ്ങളായ കൗമില്ലേ, അങ്ങ് പലപ്പോഴും റസൂലുള്ളാഹിയുടെ മുന്നിലും സ്വഹാബത്തിന്റെ മുന്നിലും വന്ന് ചൊല്ലലുണ്ട് നുഹിബ്ബു റബ്ബനാ വലാ നുഹിബ്ബു മുഹമ്മദാ. ഞങ്ങളെ റബ്ബുടെ മാത്രമേ ഞങ്ങൾ സ്നേഹിക്കടേ,
മുഹമ്മദ് റൊട്ടി ഒരു സ്നേഹവുമില്ല ചെന്ന് പാടി നടന്ന യഹൂദികൾക്കെതിരായി ആയത്തിറങ്ങിത്തി. നബിയെ അങ്ങളൊട്ടിക ചൊല്ലറും കുന്തും തുഹിബ്ബൂനല്ലാഹ, അല്ലാഹുടെ ഇഷ്ടമുണ്ട് ചെന്ന് വാദിക്കടെ മനുഷ്യന്മാരെ. ഫത്തബിഊനി, നിങ്ങ ഫസ്റ്റ് പിർസം വെക്കുവാനായതും അനുസരിക്കുവാനായതും നല്ലതാണ്. റസൂലുള്ളാഹിയുടെ മഹബത്ത് വെക്കാണ്ട് ആ മാധ്യമമില്ലാണ്ട് വസീലയില്ലാണ്ട് അല്ലാഹു കടുക്കുക സാധ്യമല്ല. ഏറ്റവും വലിയ സ്വഹാബിയായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു, ആ ലോകത്ത് മക്ക ചൊല്ല ലോകത്ത് ഒരു ഇടീ റായത്തിന് ബലക്കെടുക്കട സമ്പത്തിന് സുഹൈബ് റൂമി, ഒരു റായത്ത് ഏറ്റവും വലിയ ബിസിനസ്മാൻ സുഹൈബ് റൂമി. സുബ്ഹാനല്ലാഹ്, നബിതങ്ങൾ മക്ക വിട്ട് മദീനത്ത് യാത്ര പോയപ്പാ സുഹൈബ് റൂമി ഒരു തീരുമാനത്തുക ബന്ധ്, ഇന്നിനാണ് ഈ മക്കത്തിൽ നിക്കുക റെഡിയല്ല, നണ്ട യാത്ര മദീനത്ത് കാണും. കാരണം ഹബീബായ തങ്ങളില്ലാത്ത മക്കത്തിൽ നാണിനില്ല. നാണ് മദീനത്തുക പോണ്ട ചെന്നിട്ടിങ്ങനെ പുറത്തായി നിൽക്കുമ്പോ മക്കാത്ത മുശ്രിക്കീങ്ങ റൗണ്ട് അടിച്ച് നിപ്പാട്ടിയാറ് സുഹൈബേ. മക്കത്തുക വന്ന് മാർക്കറ്റിൽ കുറെ ബാനിയ എടുത്തിട്ട് നല്ല സമ്പത്തും ഉണ്ടാക്കിട്ട് എവിടെ കാണു പോണ്ട സുഹൈബേ, നിണ്ടനങ്ങ പോകുവിടില്ല. സുഹൈബ് റളിയല്ലാഹു അൻഹു തിരിച്ചു കേട്ടിട്ട്, ഓ മുശ്രിക്കീങ്ങളെ, നിങ്ങക്ക് നാണ് പേനായമാ അല്ല നണ്ട സമ്പത്ത് പേനായമാ, അങ്ങ് ചൊന്നാറ് നിന്റെ സമ്പത്താണ്. ആ എക്രകട്ടല പണ്ട് ആ ഈത്തപ്പലത്തെ തോട്ടം മുശ്രിക്കീങ്ങളെ മുഖത്ത് എറിഞ്ഞിട്ട് സുഹൈബ് റൂമി യാത്ര പോണ്ട് മദീനത്ത് എത്തിപ്പെട്ട് സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുടെ നബിതങ്ങൾ സ്വാഗതം ആക്കിട്. എന്നിട്ടോ സുഹൈബ് റൂമിയുടെ ಬಗ್ಗೆ നബിതങ്ങൾ ചൊല്ലു, ലൗലം യഖഫില്ലാഹ ലം യഅസ്ഫിഹി, അല്ലാഹുടെ പേടിച്ചില്ലെങ്കിലും സുഹൈബ് അല്ലാഹു എതിരായി നടക്കിടവുനല്ല. അതിനർത്ഥം എന്തരേ മുഅ്മിനീങ്ങളെ, പടച്ച റബ്ബുടെ പേടിച്ചിട്ടല്ല സുഹൈബ് റൂമി അല്ലാഹു എതിരാ വാണ്ടിക്കിടേ. പിന്നെന്തുകൊണ്ടാണ് സുഹൈബിയുടെ ജീവിതത്തിൽ മഅസിയത്ത് പണ്ടില്ല? സുഹൈബ് അതേ പടച്ച റബ്ബുമായിട്ടുള്ള മഹബത്ത് വന്നു പോയിട്ട്. ഒരു മഹബത്തുള്ള മനുഷ്യയുടെ അവസ്ഥ അങ്ങനമല്ലേ? അവന് സ്നേഹിക്കട ആളുകനുസരിച്ചിട്ടല്ലേ അവന് ജീവിക്കടേ, അവന് ഇഷ്ടപ്പെട്ട രൂപത്തിലല്ലേ ജീവിക്കടേ. സുഹൈബ് മനസ്സിലാക്കിത്ത് ഇനി എന്റെ ജീവിതത്തിൽ പടച്ച റബ്ബുക്ക് തപ്പ് പറയില്ല. കാരണം നാണ് മനസ്സിലാക്കിയ റബ്ബ്, നാണ് സ്നേഹിക്കട റബ്ബ്, നാണ് തപ്പാക്കടത് ഇഷ്ടമല്ല. അതുകൊണ്ട് സുഹൈബ് റൂമി ജീവിതത്തിൽ മഹബത്തിന്റെ പേരിൽ പടച്ച റബ്ബുക്ക് തപ്പാക്കിയില്ല. റബിയത്തുൽ അദബിയ റളിയല്ലാഹു അൻഹാടെ മുന്നിലൊരു ക്വസ്റ്റ്യൻ വന്നില്ലേ, റബിയ, നാളെ നിന്റെ ആഖിറത്തിൽ പടച്ച റബ്ബ് നരകത്തിട്ടെങ്കിലാ? റബിയ റളിയല്ലാഹു അൻഹാ ചൊന്നുല്ലേ, നിന്റെ നരകത്ത് കിട്ടെങ്കിലും സൈ നക്കത് പേടിയല്ല, നിന്റെ റബ്ബുടെ ഇഷ്ടം നാണാണ്. അങ്ങക്ക് നരകം പ്രശ്നമായില്ല, സ്വർഗം പ്രശ്നമായില്ല. പടച്ച റബ്ബുടെ മഹബത്ത് കൽബിൽ വന്നു പോയിട്ട്, ഓ മുഅ്മിനീങ്ങളെ, നങ്ങമോ പടച്ച റബ്ബുടെ മഹബത്ത് വിടറൂ. പടച്ച റബ്ബുടെ പേടി പോലും ഇല്ലാത്ത അവസ്ഥകാണ് എത്തിപ്പെട്ടുകൊണ്ടുള്ളേ. പരിശുദ്ധമായ ഖുർആൻ ചൊന്ന അനാവശ്യക ഇല്ലേ? ആ അനാവശ്യകം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നടത്തിയോണ്ടുള്ള ആത്മാരാരാണ്? ഈമാനുണ്ട് ചെന്നു നടക്കിടേ, പച്ച പാവുട്ടം പിടിച്ച് നടക്കിടേ, പച്ച തലകെട്ടും കെട്ടി നടക്കിടേ, റസൂലുള്ളാഹിയുടെ റാലിയിൽ സിന്ദാബാദ് വിളിച്ച് നടക്കിട നന്റെ പാലക്കാരുമാരെ, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മഹബത്ത് വിടറൂ. പടച്ച റബ്ബുടെ പേടി പോലും നഷ്ടപ്പെട്ട ആൽമാറായി ഞങ്ങ പോയില്ലേ? നരകത്തെ വക എത്രയാണ് പരിശുദ്ധമായ ഖുർആൻ അവിടെ ചെന്നുരേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിപാടി തന്നില്ലേ? ഈ ദുനിയാവിടെ തീടാണ്ടി 60 പട്ട് ചൂടാണ് ആ നരകത്തെ തീകുള്ളേ. ഓ മുഅ്മിനീങ്ങളെ, ഞാൻ കേക്കട്ടാ, ഈ ദുനിയാവിടെ ചൂടെത്രയാണ്? ഒരു
100 ഡിഗ്രി ചൂട് വരുമ്പോ തന്നിങ്ങനെ തുള്ളുകു തുടങ്ങട്. 1000 ഡിഗ്രി ചൂട് ഈ ദുനിയാവിലായി തീണ്ട് കണ്ടെങ്കിൽ ഇരുമ്പുങ്ങാതെ തന്നെയാവുക തുടങ്ങട്. സുബ്ഹാനല്ലാഹ്, 1,00,000 ഡിഗ്രി സെൽഷ്യസ് ചൂടായി തീണ്ട് കണ്ടെങ്കിൽ പണ്ട് കാലത്ത് ജപ്പാനുകായില്ലേ ഹിരോഷിമയും നാഗസാക്കിയും ബാമ്പിട്ടപ്പോ ഇണ്ടും ആ ബാമ്പിട്ട് 90 വർഷം കഴിഞ്ഞെങ്കിലും അവിടെ മരങ്ങ മുളക്കലില്ല. അവിടെ ജനിക്കട മക്ക അംഗവികലമായിട്ടാണ് ജനിച്ചുകൊണ്ടുള്ളേ. അതിന്റെ പരിണാമം വീണ്ടും അവിടെ കണ്ടുകൊണ്ടുണ്ടോ? ഓ മുഅ്മിനീങ്ങളെ, വിജ്ഞാനം കണ്ടുപിടിക്കുക സാധിക്കാത്ത ചൂടും ഈ ദുനിയാവിലില്ലേ. ഹൈഡ്രോജൻ ബാമ്പ് ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല ഒരു ലോകവും. ഒരു വേള ഹൈഡ്രോജൻ ബാമ്പ് സ്ഫോടമായി തീണ്ട് കണ്ടെങ്കിൽ അതിലെ ചൂട് മനസ്സിലാക്കുക ഇണ്ടത്തെ വിജ്ഞാനത്തിന് സാധിച്ചിട്ടില്ല. ഓ മുഅ്മിനീങ്ങളെ, ഇത് ദുനിയാവിടെ ചൂടിന്റെ കണക്ക് കണ്ടെങ്കിൽ അതിലെ പരിണാമം കണ്ടെങ്കിൽ നാളെ നരകത്തെ ചൂട് എത്രയാണ്? 1,00,000 ഡിഗ്രി അല്ല, 2,00,000 ഡിഗ്രി അല്ല. ആ നരകത്തിലുള്ള ഒരു മനുഷ്യരുടെ ഏറ്റവും ചെറിയ ശിക്ഷ നബിതങ്ങൾ പടിപാടി തന്ന്, ഓ മുഅ്മിനേ, ഏറ്റവും സാമാന്യമായ ശിക്ഷ അനുഭവിക്കുന്ന ആത്മാരാണ് മുഅ്മിനീങ്ങ. അല്ലാഹു ഞങ്ങളെ നരകത്തെ തൊട്ട് കാക്കട്ടെ, ഈ മജ്ലിസൈക്ക് കാരണമാക്കട്ടെ. ഏറ്റവും സാമാന്യമായ ശിക്ഷയാണ് മുഅ്മിനീങ്ങളെ. നരകത്ത് കൊമ്പോയി ആദ്യമായി അവന്റെ കാലുകൊരു തീനാലുണ്ടാക്കിയ ബൂട്ടിട്ട് കൊടുക്കടൂ. ആ ബൂട്ട് ഇടലോട് കൂടെ, ആ ഷൂ ഇടലോട് കൂടെ അവന്റെ ബ്രെയിനിങ് പൊട്ടിത്തെരിക്കുക തുടങ്ങിട്. അട്ടഹാസങ്ങക്ക് കിട്. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. ആ നരകത്തെ പേടി പോലും നഷ്ടപ്പെട്ട കാലത്തിലാണ് ഞങ്ങൾ ഉള്ളേ. എത്ര ദോഷങ്ങളാണ് ജീവിതത്തിൽ വന്നുകൊണ്ടുള്ളേ. ഇണ്ടത്തെ പേപ്പർ ഒന്ന് എടുത്തു നോക്കൂ. ഗാഞ്ചാ സാഗാട്ടാക്കട വിഷയത്തിൽ ഏറ്റവും പ്രധാനമായ ആരോപിങ്ങായിട്ടാരാണുള്ളേ. ഞങ്ങളെ ബാലക്കാറുമാരല്ലേ. അല്ലാഹു തന്ന നിഅമത്തിക്ക് ശുക്ർ ചൊല്ല ബദലിക്ക് സുബ്ഹാനല്ലാഹ് കുഫ്റാക്കട പണിയാണ് ഓരോ മനുഷ്യന്മാരും എടുത്തോണ്ടുള്ളേ. ഓ മുഅ്മിനീങ്ങളെ, നല്ല ജാഗ്രതയും നല്ല എച്ചരിക്കയും ഞങ്ങളെ ഭാഗ്യ ഞങ്ങൾക്ക് വേണം. ഖുർആൻ അവിടെ കേട്ടൊരു ക്വസ്റ്റനാണ്, ഫമാദന്നുകും ബിറബ്ബിൽ ആലമീൻ. പടച്ച റബ്ബുടെ ഭാഗ്യ നിങ്ങൾ എന്തിരണ്ട് പേർച്ചിറാറ് ഗൊമ്പാണ്ട് പേർച്ചിറാറാ. ഒരു കളിക്കട സാധനാണ്ട് പേർച്ചിറാറാ. ഒരു തമാശയുടെ വസ്തു കൊണ്ട് പേർച്ചിറാറാ. ഒരു കാലത്തും അങ്ങനെ പേർച്ചു പോവണ്ട. നിങ്ങളെ എല്ലാ നിലക്കും ശിക്ഷിക്കുകയും നിങ്ങളെ എല്ലാ നിലക്കും ദണ്ഡനാക്കുള്ള അർഹപ്പെട്ട റബ്ബാണ് അല്ലാഹ്. മുഅ്മിനീങ്ങളെ, അവിടെയാണ് സ്വഹാബത്തിലെ മാതൃകം കണ്ടേ. നബിതങ്ങളെ മഹബ്ബത്ത് അങ്ങ് വെച്ചാറ്. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, സ്വഹാബത്തിലെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സ്വഹാബിയാണ്. പണ്ട് കാലത്തെ ഇസ്ലാം സ്വീകരിച്ച മഹാനാണ്. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ 2 പാട്ട് ഹിജ്റി പോയ മനുഷ്യനാണ്. ആ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു കൂടെയുള്ള ആൽമാരുമായി റോമൻ ചക്രവർത്തിയുമായി യുദ്ധാക്കുക പോണ്ടോ. റോമൻ സൈന്യവുമായി മുട്ടകാണ് പോണ്ടേ. റോമൻ സൈന്യം എതിര് കിട്ടപ്പാ ആ 80 പണ്ട് സ്വഹാബിയുടെ അറസ്റ്റാക്കിടാറ്. ഇർക്കൽ രാജാവ് ചൊല്ല അബ്ദുല്ലാടെ പിടിച്ചിട്ട് ജയിലിൽ കിടനോ. ചോറ് കൊടുക്കുക തീരാ, തന്നി കൊടുക്കുക തീരാ. ചോറും തന്നെ ഇല്ലാണ്ട് 3-4 കഴിഞ്ഞു പോയപ്പാ ഇർക്കൽ രാജാവ് ആ അറസ്റ്റാക്കിയ പോലീസുരൊട്ട ചൊല്ല, ആ അബ്ദുല്ലകു ഇനി അതേ നല്ലൊരു ബിരിയാണി കൊടുക്കൂ. ഏത് ബിരിയാണി കൊണ്ടുണ്ടാ? പന്നിയിറച്ചി കൊണ്ടുണ്ടാക്കിയ ബിരിയാണിയാണ്. അത് തിണ്ടിട്ട് താകായി തീണ്ട് കണ്ടെങ്കിൽ, അല്ല അയാൾ താകാവോട് കൊണ്ട് ചെന്നെങ്കിൽ നല്ല 1-ാം നമ്പർ ആൽക്കോഹാൽ അയാളെ മുന്നിൽ വെക്കറൂ. ഇങ്ങനെ 2 സാധനവും അയാളെ റൂമുടെ മുന്നിൽ പോയി വെച്ചപ്പാ മരിക്കുക അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫു. ആ ബിരിയാണി തിന്നുക ജായിസായിട്ട് പോലും ആ മഹാന ബിരിയാണി തിണ്ടില്ല. ആൽക്കോഹാളിന്റെ ഒരു ഡ്രോപ്പ് പോലും കുടിച്ചില്ല. സുബ്ഹാനല്ലാഹ്. അറസ്റ്റാക്കിയ
പോലീസ് റിട്ടറിന് വന്ന് ഹിർക്കൽ രാജാവിടെ ഒന്നല് ചെന്ന അബ്ദുള്ള ഒന്നും തിന്നലില്ല രാജാവേ, കുടിക്കലില്ല രാജാവേ. അതെ, അപ്പ രാജാവ് ചൊന്ന പലക്കുണ്ടു. അബ്ദുള്ള എങ്കിൽ നല്ല ഭക്ഷണങ്ങൾ കൊടുക്കൊരു, ആഹാരങ്ങൾ കൊടുക്കൊരു, നല്ല പാനീയങ്ങൾ കൊടുക്കൊരു. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു അയാളെ മുന്നൊരു നല്ല ബഗ ഭക്ഷണം കൊമന്ന് വെച്ചപ്പാ മഹാനെല്ലാം തിന്നാണ്ട് സാധാരണ തിന്നിട ഭക്ഷണം തിണ്ടിത്ത് സാധാരണ കുടിക്കിട തന്നെ കുടിച്ചിട്ട് ഓ മുഅ്മിനീങ്ങളെ അയാൾക്ക് പുതിയ പുതിയ കമീസുകൾ കൊമന്ന് വെച്ചാറ്. അതിൽ ഒരു കമീസും അയാൾ തൊട്ടില്ല. സ്വന്തം ഡ്രസ്സ് പലയാവലോട് കൂടെ പറഞ്ഞു പോവലോട് കൂടെ അവസാനം ഒരു കമീസ് എടുത്തിട്ടതേ ധരിക്കുക തുടങ്ങിയിട്ട് മുഅ്മിനീങ്ങളെ എവിടെയാണ് ഈ പാഠം കിട്ടിയിടേ? ജായിസായ ടൈമുക വന്നിട്ട് പോലും ഹലാലായ നിമിഷങ്ങൾ വന്നിട്ട് പോലും സ്വഹാബത്താക്കിയ ജാഗ്രതയാണത്. എവിടെയാണ് ഈ ജാഗ്രതയുടെ പാഠം കിട്ടിയത്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖേനയാണ്. ആ നബി തങ്ങളുടെ ജീവിതത്തിൽ ഉള്ള കാലവും ഇന്ത്, ഇല്ലാത്ത കാലവും ഇന്ത്, രണ്ട് കാലവും സുബ്ഹാനല്ലാഹ് നബി തങ്ങൾ ഒരുപോലെ ഇവിടെ ജീവിച്ച് കാട്ടിയ മഹാനാണ്. ഗനീമത്ത് സ്വത്ത് കുറെ കിട്ടിയപ്പാ പെഞ്ഞായിമാര് വന്ന് ചൊന്നാറ്, നബിയെ ഒരു സൗകര്യം ആരാക്കി തറമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ സൗകര്യം യാറാക്കി കേട്ടോ വന്ന് പെഞ്ഞായിമാരട്ട് ചന്തു. ഓ നന്റെ പെഞ്ഞായിമാരെ, ഇത്ര മാത്രമേ സൗകര്യമാക്കുക തീരൂ. ഇത് താണ്ടി അപ്പുറം സൗകര്യമേനോണ്ട് കണ്ടെങ്കിൽ നന്റെ കൂടെ നിൽക്കുന്നുണ്ടില്ല. സുബ്ഹാനല്ലാഹ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഓടി വന്നു, നബിയേ ഗനീമത്ത് സ്വത്ത് കുറെ കിട്ടിടല്ലേ, നണ്ട രണ്ട് കൈയും തഞ്ഞു പോയിട്ട് സ്വറാക്കിട്ട് ഒരു ഖിദ്മത്തുള്ള ആല് തറമ നബിയേ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിയുടെ മുട്ടം വിളിച്ച് കാതിൽ ചെന്നു, മോളെ ഫാത്തിമ ജാവു കിടക്കം വന്നു 33 സുബ്ഹാനല്ലാഹ് ചൊല്ലൂ, 33 അൽഹംദുലില്ലാഹ് ചൊല്ലൂ, 33 അല്ലാഹു അക്ബർ ചൊല്ലൂ. ഈ ചൊന്നെങ്കിൽ മൈ നിക്ക് ഖിദ്മത്തുള്ള ആള് വേണ്ട. കുടുംബത്തൊട്ടിക പോലും ആഡംബരമായ ഐഹിക മോഹകമായിട്ട് കൊടുക്കാത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേനായപ്പ വേണ്ടത് മാത്രമേ കൊടുക്കൂ, ആവശ്യമില്ലാത്തതൊന്നും നബിതങ്ങൾ ഏർപ്പെടലില്ല. അതല്ലേ പിന്നീട് വന്ന മഹാന്മാർ കാട്ടിത്തന്നെ. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു മങ്ങിൽത്തേക്ക് വിളിച്ചോണ്ട് ആൽമാർ പോയാറ്. മങ്ങിൽത്ത് കേട്ടവിടെ എത്തിയിട്ട് പിറവന്ത് മഹാൻ തിരിച്ചു കേട്ടാറ് ആൽമാർ, എന്തുകൊണ്ടാണ് നിങ്ങൾ തിരിച്ചു പിറവന്നോണ്ടുള്ളേ? മഹാൻ ചന്തു ആ ഔത്തര ആ മങ്ങിലത്തെ പ്രോഗ്രാമില് ഒരു സുറുമ കുപ്പിനാണ് കണ്ട. അത് പ്രശ്നമല്ല, സുറുമയല്ല ചാവുകും എടുക സുന്നത്തുള്ള കാര്യമാണ്. അത് കണ്ണട ദൃഷ്ടിക്ക് നല്ലതാണ്, സുന്നത്താണ്. പക്ഷേ സുറുമ കുപ്പിടുൽകുറുന്നാണ്. വെള്ളിയുടെ കോല് കണ്ടുപോയ വെള്ളിയുടെ കോൽ ഉപയോഗിക്കുന്നത് പാടില്ലല്ലേ? അത് ഇസ്രാഫല്ലേ? ഇസ്രാഫുള്ളൊരു മങ്ങിൽത്തിൽ നാണില്ല. കാരണം ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്ലിഫീൻ. ഓ മുഅ്മിനീങ്ങളെ, കയ്യിൽ ചെറിയ പൊടികാസായപ്പാ നല്ല ആരോഗ്യങ്ങൾ പടച്ചറബു തന്നപ്പാ ആരോഗ്യങ്ങൾ കളിച്ചു തീർക്കുള്ളതല്ല. അതേ ചെറിയ ചെറിയ പൈസ നിങ്ങളെ കയ്യിലായപ്പാ വെറും ഷോപ്പിംഗ് ആക്കി തീർക്കുള്ളതല്ല, അനാവശ്യ വസ്തു എടുക്കുള്ളതല്ല. പെരുന്നാൾ വന്നപ്പോ പണ്ട് കാലത്തൊരു ജോഡി വസ്ത്രം കിട്ടുന്നത് എത്ര കഷ്ടമാണ്. പക്ഷേ ഉണ്ടോ നയിച്ച എല്ലാ പൈസവും ഡ്രസ്സുകല്ലേ? അതേ പെരുന്നാൾ 5 ജോഡി ഡ്രസ്സാണ്, പിന്നത്തെ പെരുന്നാൾ ഗാഞ്ചാണ്, ഔത്ര ഗോഡ്രേജിലാണ്. ഓ മുഅ്മിനീങ്ങളെ, ഇരിയയും നുപ്പയും ഡ്രസ്സും പിടിച്ചിട്ട് ഏത് ഖബറ് കാണുന്ന പോയോണ്ടുള്ളേ, ഏത് മഹ്ശർ കാണു പോയോണ്ടുള്ളേ. വഅൻ മാലിഹി ഫീമാ മിൻ ഐന ഇക്തസബ ഫീമാ അൻഫഖ. മോനെ, നീ സമ്പാദിച്ച മാലി
എവിടതാണ്, എവിടെയാണ് നീ ചെലവാക്കിയത് ചൊല്ല ക്വശനില്ലേ മുഅ്മിനീങ്ങളെ? അവിടെയെല്ലാം 10 ഡ്രസ്സും 15 ഡ്രസ്സറിയും കണക്ക് ചൊന്നെങ്കിൽ രക്ഷപ്പെടുകൊണ്ടാ. ഓ ഉമ്മമാരെ, വേസ്റ്റേജിങ് ഇല്ലേ ഞങ്ങളെ ഭാഗത്തിലുണ്ടാവിടെ, ഇസ്രാഫിങ് ഇല്ലേ? ഇത് നിർത്തിവെക്കുകയാണ് പരിശുദ്ധമായ ഖുർആൻ പരിപാടി തന്നോണ്ടുള്ളേ. കാരണം ഈ ഇസ്രാഫും ഈ ദുർവേഗം അനാവശ്യമില്ലേ, പടച്ചറബ് ഇഷ്ടപ്പെടാത്തതാണ്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അനാവശ്യമായ കാര്യങ്ങൾ പറയുമ്പോ, പലക്കങ്ങ പറയുമ്പോ, പ്രവർത്തനങ്ങൾ പറയുമ്പോ ദൂരം നിക്കടെ മനസ്സ് നിൽക്കുവണ്ട. എങ്കിൽ നിന്റെ ഈമാൻ പെർഫെക്ഷനാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫയുടെ മുന്നൊരു നല്ല നല്ല ഭക്ഷണം വന്നിട്ട് പോലും, നല്ല നല്ല ഡ്രസ്സിങ് വന്നിട്ട് പോലും ഉപയോഗിച്ചില്ല. ഹിർക്കൽ രാജാവ് മുട്ട വിളിച്ചു ചെന്ന, അബ്ദുല്ലാ 2 ടെസ്റ്റ് നടത്തിയിട്ട് 2ലും നീ പാസ്സായി പോയ, അതാ ഇനിയൊരു ലാസ്റ്റ് ഒരു ടെസ്റ്റാണ് നടത്തുക പോണ്ടേ, നന്റെ നെത്തിയൊന്ന് ചുംബിക്കമാ. എങ്കിൽ ഫതൻജു ബിനഫ്സിക, നിക്ക് രക്ഷപ്പെടാ അബ്ദുല്ലാ, നിന്റെ നാണ ജയില് മോചനാക്കിട. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല. നന്റെ വർത്തന രക്ഷപ്പെടുകയായിട്ട്, നന്റെ തടിയുടെ കാക്കുകയായിട്ട് ഹിർക്കലെ നിന്റെ നെത്തി ചുംബിക്കുകയാണ് റെഡിയല്ല. പിന്നെ അതാ രാജാവ് ഓപ്ഷൻ വെച്ച് കൊടുത്ത, എങ്കിൽ അബ്ദുല്ലാ നിന്റെ കൂടെയുള്ള 80 സ്വഹാബികളെയും ഞങ്ങൾ ജയിലിൽ വിടുകടയാക്കിടാ, നന്നെ നെത്തികൊന്നു ചുംബനം തരമാ. ഹിർക്കൽ രാജാവിടെ ഈ പലക്കം അബ്ദുല്ലാഹു പിടിച്ചു പോയിട്ട്, കാരണം സ്വഹാബത്ത് ജീവിച്ചത് ഇനർത്തുകുബേനായിട്ടാണ്, കൊടുത്തതും ഇനർത്തുകുബേനായിട്ടാണ്. നബിതങ്ങൾ സ്വന്തം കുടുംബത്തിന് അതേ ചില സൗകര്യം ആക്കി കൊടുത്തിട്ടില്ലെങ്കിലും വല്ലാത്ത സൗകര്യങ്ങളൊന്നും ആക്കി കൊടുത്തിട്ടില്ല. പക്ഷേ കൂടെയുള്ള സ്വഹാബത്ത് പലപ്പോഴും വന്ന് കേട്ടപ്പാ സുബ്ഹാനല്ലാഹ്, ചരിത്രത്തിൽ കാണ്ടി 60 സ്വഹാബികൾ നബി തങ്ങളൊട്ട് വന്ന് കേട്ടാൽ നബിയെ കഷ്ടമുണ്ട് സഹായിക്കുന്നു. ഓരോ സ്വഹാബത്തും ഇണ്ടത്തെ മെർസിഡസ് ബെൻസ് കാരുടെ സ്ഥാനത്തിലുള്ള 100 വണ്ടങ്ങൾ കൊടുത്തു. മോമിനീങ്ങളെ, ഈ ലോകത്ത് 1000 വട്ടം ദാനം വെച്ച നേതാവിന്നെങ്കിൽ അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സമുദായത്തെ പിർസം വെച്ച നേതാവാണ്. അസീസുൻ അലൈഹി മാനിത്തും. ഓ മുഅ്മിനീങ്ങളെ, ഖുർആനിൽ റസൂലുള്ളാഹിയുടെ സ്വഭാവം ചൊല്ലുമ്പോൾ ചൊന്നത്, നബി തങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ ടെൻഷൻ ഇല്ലേ, നിങ്ങളെ ആണ്ടിയാരെ ടെൻഷൻ നബി തങ്ങാണ്. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സുബ്ഹാനല്ലാഹ്, ഞങ്ങളുടെ അഭിവൃദ്ധിയിലും ഞങ്ങളുടെ ഇംപ്രൂവ്മെന്റിലും ഞങ്ങളുടെ വിജയത്തിലും ഞങ്ങളെ ആണ്ടിയാറെ സന്തോഷിക്കുന്ന ഒരു നേതാവുണ്ട്, അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൊന്ന് ആലോചനാക്കി നോക്കൊരു മുഅ്മിനീങ്ങളെ, ഞങ്ങൾ ജനിക്കട മുന്നലേ ഞങ്ങൾക്ക് പേനായ അബ്ബമ്മ ദ്വാർന്നതുണ്ടാ ഇല്ലല്ലേ? ഞങ്ങൾ ജനിക്കട മുന്നലേ ഞങ്ങളെ അജ്ജാജി ഞങ്ങൾക്ക് പേനായി ദ്വാർന്നതുണ്ടാ ഇല്ലല്ലേ? എങ്കിൽ ഞങ്ങൾ ജനിക്കട 1000 അതേ ഞങ്ങൾ ജനിക്കട എത്രമാ വർഷം മുന്നലു 1400 വർഷം മുന്നലു ഈ മുഅ്മിന്റെ ഓരോ മുഅ്മിന്റെയും ദോഷ പൊറുക്കുകയായി നബിതങ്ങൾ ദ്വാർന്നു പോയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹാ നബിതങ്ങളെ ഒന്നൊരു വന്ന് റിക്വസ്റ്റ് ആക്കില്ലേ, നബിയെ നന്റെ ദോഷമെല്ലാം പുറത്തു കിട്ടുകൊന്നു ദ്വാർക്കണു. അപ്പമേ ദ്വാർന്നിട്ട് അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ, ആയിഷകു നീ പുറത്തു കൊടുക്കണു അല്ലാ. ഈ ദുആ കേട്ട് ആയിഷ ബീവി വല്ലാതെ സന്തോഷിച്ചിട്ട് ചിരിച്ച് 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 ഒരു മോത്ത് അഡ്ഡ പോന്ന് പോയിട്ട് അത് കൊസിലാണ് ചിരിച്ചു പോയത്. ആയിഷ ബീവിട്ട നബിതങ്ങൾ കേട്ടിട്ട് എന്തേ ആയിഷ ഇത്ര മാത്രം ചിരി? നബിയെ സന്തോഷം കൊണ്ടാണ്. നന്റെ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെട്ടു പോയില്ലേ, കാരണം ദ്വാർന്നത് നബിയല്ലേ. അപ്പോഴാണ് തിരിച്ചിട്ട് നബിതങ്ങൾ ആയിഷ ബീവിട്ട് ചൊല്ലെ, മോളെ ആയിഷ, എങ്കിൽ ഈ ദുആ എല്ലാ നാളും നന്റെ ഉമ്മത്തുക്ക് പേനായി നടത്തുന്നവനാണ് ഞാൻ. ഇതുപോലെ ലോകത്ത് ഓരോ മുഅ്മിനും സ്നേഹം കാണിച്ച നേതാവ് ആരുണ്ട് മുഅ്മിനീങ്ങളെ? മരിക്കുന്ന ടൈമില് പോലും തന്റെ സ്വന്തം സമുദായത്തെ ഓർത്ത നേതാവാണ്. സ്വന്തം
സമുദായത്തെ ഉമ്മത്തിൽ വണ്ട് പല വന്തോഷമാക്കി നടക്കിടാൽ മാറുക ഇണ്ടും മദീനത്തെ സിയാറത്തുക്ക് പോകുമ്പോ അവിടെ മെമ്പറിൽ എഴുതി വെച്ചിട്ടില്ലേ ശഫാഅത്തി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി നന്റെ ശഫാഅത്ത് നന്റെ ഇംപ്ലൻസ് നാളെ ആഖിറത്തിൽ നന്റെ ഉമ്മത്തിൽപ്പെട്ട വന്തോഷമാക്കി നടക്കിടാൽ മാറുക. ഓ മുഅ്മിനീങ്ങളെ, എന്തൊരു കാരുണ്യമാണത്, എന്തൊരു സ്നേഹമാണത്. ഞങ്ങളെ റസൂലുള്ള സ്നേഹിച്ചതുപോലെ സ്വന്തം അപ്പുമ്മ സ്നേഹിച്ചിറാറാ. നാളെ ആഖിറത്തിൽ സിറാത്ത് പാലയിൽ മലക്കങ്ങ വലിച്ചോണ്ട് പോയി നരകത്ത് ഇടുമ്പോ ഞങ്ങളെ രക്ഷപ്പെടുത്തുന്ന നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം ഉദ്ഘാടനാക്കി പോയ നബിതങ്ങൾ ഉദ്ഘാടനാക്കി പോണ്ടത് നേരെ സ്വർഗത്തുകല്ല, തിരിച്ചതേ ബണ്ട് പോയ തിരുലേ ബണ്ട്. എന്തേ കാരണം? നാണ് ഒരു വേള സ്വർഗത്തുൽക പോയി തെച്ചേണ്ട് കണ്ടെങ്കിൽ മലായികത്തുക നണ്ട് ഉമ്മത്തിൽപ്പെട്ട പലരെയും നരകത്തിടുകുള്ള സാധ്യതയുണ്ട്. അങ്ങനെ രക്ഷപ്പെടുത്തുകൊന്ന് പോണ്ട ചെന്ന് പോണ്ട നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ മുഅ്മിനീങ്ങളെ, ഇനർത്തര ಬಗ್ಗೆ ചിന്തിച്ചത്, ഇനർത്തര നല്ലതര ಬಗ್ಗೆ ചിന്തിച്ച നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഒരു ഞങ്ങളെ രായത്തിൽ ഒരാളെ തപ്പുങ്ങാക്കി നടക്കുമ്പോ കമന്റ് അടിക്കുള്ളതല്ല. ഒരാൾ അതേ മദ്യപാനമാക്കുമ്പോ, ഒരാൾ ഗാഞ്ചത്ത് അഡിക്റ്റ് ആവുമ്പോ, ഒരാൾ അന്യ പെണ്ണുമായി ബന്ധത്തിലിരിക്കുമ്പോ കമന്റ് അടിക്കട ബദലുക നണ്ട പോലെ ഈമാനോട് കൂടെ ജനിച്ച മനുഷ്യനാണവൻ. അവനുകും ഈമാന് കിട്ടണ ചൊല്ല വല്ലാത്ത ബോധം നമുക്ക് വേണം മുഅ്മിനീങ്ങളെ. എങ്കിൽ നമുക്ക് ഈമാൻ സലാമത്തായി മരിക്കുക തീരൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങളെ, അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയുടെ മുന്നിൽ ഹിർക്കൽ രാജാവ് നിന്റെ കൂടെയുള്ള എല്ലാരെയും പിടികടാക്കടാ ചൊന്നപ്പാ, അതേ ആ ഹിർക്കൽ രാജാവിടെ നെത്തിപ്പോയി അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ചുംബിക്കിട് മുത്തുകൊടുക്കുടൂ. അങ്ങനെ 80 പണ്ട് സ്വഹാബിങ്ങ നേരെ പിടുകടയായി മദീനത്തുക്ക് പണ്ടാറ്. അണ്ട് മദീനത്തെ നേതാവായിട്ടുള്ള ഖലീഫയായിട്ടുള്ള ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ദൂരത്തിൽ വന്ന ഈ സംഘത്തെ എഞ്ചിനുണ്ട് സ്വാഗതാക്കിട്. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുടെ ആ നെത്തി ചുംബിക്കിട്. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയുടെ കേക്കട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. യാ അബ്ദുല്ലാഹ്, നീ മരിക്കുന്ന ടൈം വന്നിട്ട് പോലും നിന്റെ മുന്നിൽ വെച്ച് നീ കള്ളി എന്തുകൊണ്ടാണ് കുടിക്കാത്തത്? നിന്റെ മുന്നിൽ വെച്ച് ആ പന്നിയുടെ ബിരിയാണി എന്തുകൊണ്ട് നീ തിന്നാത്തത്? മഹാൻ ചൊല്ല ഉത്തരമുണ്ട് മുഅ്മിനീങ്ങളെ, വല്ലാത്ത ഉത്തരമാണത്. ഓ ഉമരേ, തിന്നുകു ജായിസായ ടൈം കൊണ്ട് കൊന്തുള്ള ആളാണ് ഞാൻ. പക്ഷേ നാണ് തിന്നാത്ത കാരണം യൗമുൽ ഖിയാമത്തോലു നന്റെ കാരണം കൊണ്ട് ഇസ്ലാമുക്ക് പെടക്ക് പേര് പറകു തീരല്ലേ. ഓ മുഅ്മിനീങ്ങളെ, സ്വഹാബത്തെ ചിന്ത എത്രമാത്രം വലുതാണ്, എത്രമാത്രം ഗംഭീരമാണ്. നഗമോ പടച്ചറപ്പ് നല്ല ആരോഗ്യം തന്ന, നല്ല സമ്പത്തുങ്ങ തന്ന, നല്ല അവസരങ്ങൾ തന്ന, നല്ല നിഅമത്തുങ്ങ തന്ന ഈ നിഅമത്തുകളെല്ലാം എവിടെയാണ് മുഅ്മിനീങ്ങളെ യൂസ് ആയോണ്ടുള്ളേ? നിസ്കാരത്തിൽ അത് യൂസ് ആയോണ്ടുണ്ടാ, നോമ്പിൽ അത് യൂസ് ആയോണ്ടുണ്ടാ. പരിശുദ്ധമായ ഖുർആൻ 4 മോതിരൊരു സൂറത്ത് ഒരു മഖ്റജനുസരിച്ച് ഓതിയോണ്ടുള്ളമാ വേണ്ട പൊടറു എല്ലാ 4 പൗണേല് പാട്ട് നിർബന്ധമായി ഓതകൂ. അതേ ഓതകുള്ള സൂറത്തുൽ ഫാത്തിഹ ഒരു മഖ്റജനുസരിച്ച് ഓതകു ഞങ്ങളെ കൊണ്ട് തീർറാ. ഓ മുഅ്മിനീങ്ങളെ, ആഖിറത്തിൽ പോയി കൈകടിക്കിടമുന്നലു യൗമ യഅദ്ദുൽ ളാലിമു അലാ യദൈഹി, ഔണ്ട കൈകടിക്കിടമുന്നലു ആലോചന കിടന്നു നല്ലതാണ്, വളഞ്ച് നല്ലതായാണ്, പലരെ കൊണ്ടും നല്ല പേര് കേട്ടരായാണ്. ഈ റായം നല്ലൊരു പള്ളിക്ക് സാക്ഷിയായോണ്ടുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിലെ ചുറ്റുമുത്തുള്ള ജാഗം നമുക്ക് എടുക്കുകയുള്ളതാണ്. അതേ ഖബറുൽ മുഅ്മിനി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, ഒരു മുഅ്മിന്റെ ഖബർ നിക്കട ജാഗം അത് സ്വർഗ്ഗത്തെ തോട്ടത്തിൽപ്പെട്ടൊരു തോട്ടമാണ് ചെന്നിട്ട് പരിചയപ്പെടുത്തിയ വല്ലാത്ത ഖബറില്ലേ, ആ ഖബറുകളുള്ള ജാഗവും നമുക്ക് വേണായതാണ്. ഓ മുഅ്മിനീങ്ങളെ, പണ്ട് കാലത്ത് സ്വഹാബത്ത് ആക്കിയ ത്യാഗം എത്ര, അങ്ങ്
അനുഭവിച്ച കഷ്ടം എത്ര. ശൈബ് അബീ ത്വാലിബിയുടെ സംഭവം കണ്ടു നിങ്ങള്. സ്വഹാബത്തിലെ സകല സമ്പത്തും തീന്നുപോയി. ഖദീജ ബീവിയുടെ അടുക്കം സമ്പത്ത് തീന്നുപോയ ജാഗമാണ് ശൈബ് അബീ ത്വാലിബ്. അവിടെയാണ് സ്വഹാബത്ത് ഞങ്ങളെ എല്ലാ സമ്പത്തും ചെലവാക്കി അവസാനം ശൈബ് അബൂ ത്വാലിബിയുടെ ചുറ്റുഭാഗത്തിലുള്ള മരത്ത ഇലത്തിൻ്റെ ജീവിക്കാനായ അവസ്ഥ വന്നു പോയിട്ട് നബിതങ്ങളെ മനസ്സ് വിട്ടുപോയ കാലമാണത്. നബിതങ്ങളെ കണ്ണിട തന്നെത്തിയ കാലമാണത്. ഇണ്ടും മക്കാത്ത മണ്ണിൽ ശൈബ് അബീ ത്വാലിബ് കാണുക സാധിക്കില്ലേ? ഓ മുഅ്മിനീങ്ങളെ, ആ സ്വഹാബത്ത് വന്ന് പ്രയാസത്തെ ഒരംശ പോലും ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഒരു രോമം ഈ പരിശുദ്ധമായ ഇസ്ലാമുക നാണ് കൊടുത്താച്ചുള്ള അധികാരമുള്ള ധൈര്യമുള്ള ആൽമാർ ഈ മജ്ലിസിലുള്ളാറാ നക്കുണ്ടാ ഒരു ഗുരു പോലും പരിശുദ്ധമായ ഇസ്ലാമിന്റെ പേരിൽ നഷ്ടപ്പെട്ടിട്ടില്ലല്ലേ മുഅ്മിനീങ്ങളെ? പടച്ച തന്ന റബ്ബ് തന്ന ആരോഗ്യം ഐക്യവേനായി ചെലവാക്കറൂ. മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്. നിങ്ങായിട്ട് വെച്ച കുറെ സാധനങ്ങളില്ലേ, സമ്പത്തുങ്ങളില്ലേ, അത് തീർന്നു പോകുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ തീരലോട് കൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതാണ്. അതേ ടൈമിൽ പടച്ച റബ്ബുടെ മുന്നിൽ ബാക്കി വെച്ചതാ അതേ കാലത്തും ഡെപ്പോസിറ്റാണ്. ഇരട്ടി പ്രതിഫലമാണ് നാളാഖിറത്തിൽ കണ്ടേ. അതാണ് മഹാനായ അബ്ദുർറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ കാട്ടിത്തന്ന ഏറ്റവും വലിയ സംഭാവന. അതിനാണ് അവസാനം ചൊല്ല മുഅ്മിനീങ്ങളെ രണ്ട് പലക്കനാനിപ്പാട്ടിയുണ്ട് വന്ന്. അതുകൊണ്ട് ജീവിതത്തിൽ നബിതങ്ങളുമായിട്ടുള്ള മഹബ്ബത്ത് അധികരിപ്പിക്കറൂ. ആ മഹബ്ബത്ത് അല്ലാഹുടെ മഹബ്ബത്ത് കിട്ടുകുള്ള കാരണമാണ്. ആ മഹബ്ബത്ത് കിട്ടുകുള്ള ഏറ്റവും വലിയ വസീല ഏതാണ്? നബിതങ്ങളെ മഹബ്ബത്ത് കിട്ടുകുള്ള ഏറ്റവും നല്ല സാധനം ഏതാണ്? മഹാനായ ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു ചൊല്ലുല്ലേ, ഇക്സാറു സ്വലാത്തി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളെ മേൽ സ്വലാത്ത് ധാരാളം ചൊല്ലതാണ് മുഅ്മിനീങ്ങളെ. അത് 100 കൊണ്ട് ചൊന്നു നിപ്പാട്ടുള്ളതല്ല, 200 ചൊന്നു നിപ്പാട്ടുള്ളതല്ല, 500 ചൊന്നു നിപ്പാട്ടുള്ളതല്ല, 1000 ചൊന്നു നിപ്പാട്ടുള്ളതല്ല, 2000 ചൊന്നു നിപ്പാട്ടുള്ളതല്ല. അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹുയുടെ ഉസ്താദുമാർ എല്ലാ നാളും 40,000 സ്വലാത്ത് ചൊന്നോണ്ടിരുന്ന മഹാന്മാരാണ്. 30,000 സ്വലാത്ത് ചൊന്നോണ്ടിരുന്ന മഹാന്മാരാണ്. ഇണ്ടും ഞങ്ങളുടെ ജീവിച്ചിട്ടുള്ള പല മഹാന്മാർ ഒരു നാളുക ചൊല്ല സ്വലാത്തുകളുടെ സംഖ്യ 10,000ആണ്. മുഅ്മിനീങ്ങളെ, ആ സ്വലാത്തിന്റെ ഗുണങ്ങ എത്ര! ദലായിലുൽ ഖൈറാത്ത് ചൊല്ല വല്ലാത്ത സ്വലാത്തിന്റെ കിതാബില്ലേ, അത് ഷറഹിൽ കണ്ട് ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യന് കിട്ടുന്ന നന്മങ്ങ 40 നന്മങ്ങാണ്. അതിലേറ്റവും പ്രധാനമായത് അവന്റെ ദോഷം പുറത്തു കിട്ടുന്നതാണ്, അവന്റെ സ്ഥാനം കൂട്ടുന്നതാണ്, അവന്റെ മക്കം നല്ല അവിടതാണ്, അവന്റെ ഔത്തുന് നല്ല സമാധാനം ഉണ്ടാവിടതാണ്, ബിസിനസ്സിൽ ബറക്കത്താണ്, അപകടങ്ങളെ തൊട്ടുള്ള രക്ഷയാണ്. ഇങ്ങനെ തുടങ്ങിയ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എണ്ണില്ലേ മഹാന്മാർ? ഓ മുഅ്മിനീങ്ങളെ, ആ സ്വലാത്ത് അധികരിപ്പിച്ച് ചൊല്ലറൂ. ഞങ്ങളുടെ ജീവിതത്തെ തർബിയത്താകും, കൺട്രോലാകും ഇൻഷാ അല്ലാഹ്. മദീന ബണ്ട്, റസൂലുള്ള ബണ്ട്, ഇമാം ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു ചൊല്ലുല്ലേ, സ്വലാത്ത് അധികരിപ്പിക്കല മുഅ്മിന്റെ ജനാസത്ത് നബിതങ്ങൾ ഹാദിറാണ്. ഞങ്ങൾ മരിക്കുന്ന ടൈമിലൊന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്ന് മരിക്കണ്ടേ മുഅ്മിനീങ്ങളെ? ഹുസ്നുൽ ഖാത്തിമ കിട്ടണ്ടേ മുഅ്മിനീങ്ങളെ? ജനിക്കുമ്പോ മുസ്ലിം ശർറട തൊട്ടൊന്ന് രക്ഷപ്പെടണ്ടേ? എങ്കിൽ ആ കാലത്ത് ഞങ്ങളെ മുട്ടപണ്ടൊരു നേതാവുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുട്ട പറഞ്ഞുകൊണ്ട് കണ്ടെങ്കിൽ ഞങ്ങളെയും നബിതങ്ങളെയും ഇടയിലുള്ള ഹിജാബ് കുറെ ഉണ്ട് മുഅ്മിനീങ്ങളെ. അതൊന്നും ഞങ്ങൾ സൈഡ് നിപ്പാട്ടനോ, ആ ഹിജാബ് ഒന്ന് എടുത്തു നീക്കണോ? അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇമാമുന സുയൂത്തി റളിയല്ലാഹു അൻഹു ഒരു ഹദീസിന്റെ ഭാഗ്യ ക്ലാസ്സിൽ ചർച്ച നടത്തുമ്പോ മയ്യറാനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്ളാണ്ടവനു അതേ ചരത്തിലും കാണ്ട, ഉണർവിലും കാണ്ട, യസർത്തിലും കാണ്ട ചൊല്ല ഹദീസ് ചർച്ച നടത്തുമ്പോ കൂടെയുള്ള മുതഅല്ലിമീങ്ങ കേട്ടാറ്, ഉസ്താദേ നിങ്ങ എത്ര പാടണ്ടാറ്? 70 മറ 70 പാട്ട് നബിതങ്ങളെ സർത്തിൽ കണ്ടവനാണ് ഞാൻ. പടച്ച റബ്ബേ, ആ കൂട്ടത്തിൽ ഞങ്ങളെയും പെടുത്തണം അല്ലാ. ആ നബിതങ്ങളെ സർത്തിൽ കാണുക ഭാഗ്യം കിട്ടിയ ഇമാമുന സുയൂത്തിയുടെ മുന്നലു അതേ ശിഷ്യ കേട്ടാ, ഓ ഉസ്താദ്
ഉസ്താദേ, എങ്കിൽ അവസാനം കണ്ടപ്പോ നിങ്ങൾ എന്തിനാണ് മുണ്ടാട്ടം നടത്തിയേ? അതേ മഹാനായ ഇമാമുന സുയൂത്തി റഹിമഹുല്ലാഹ് ചൊല്ലു, ഞാൻ നബി തങ്ങളൊട്ട് കേട്ട അനഫിൽ ജന്നത്തി അമ ഫിന്നാർ, നബിയെ നാണ് സ്വർഗത്തിലാ നരകത്തിലാ? നബി തങ്ങൾ ചൊന്തു അന്ത ഫിൽ ജന്ന. രണ്ടാമത്തെ ഒരു ക്വസ്റ്റനും കൂടി നാണ് കേട്ടെ, ഓ നബിയെ നാണ് ഏറ്റവും ബാക്ക് സഫുല നാളെ ആഖിറത്തിലുള്ള, അല്ല മുന്നത്തെ സഫുല നാളെ ആഖിറത്തിലുള്ള. അന്ത മിനസ്സാബിഖീൻ, ഓ സുയൂത്തി നിങ്ങൾ ഏറ്റവും മുന്നത്തെ സഫുലാണ്. ഓ മുഅ്മിനീങ്ങളെ, എന്തേ ഞങ്ങൾക്കും കാണുകുത്തീരേ, എന്തേ ഞങ്ങൾക്കും അനുഭവിക്കുകുത്തീരേ? റസൂലുള്ളാഹിയുടെ തർബിയത്ത് കിട്ടിയ ആൽമാരെ കൂട്ടത്തിൽ ഞങ്ങൾ പെടണ്ടേ? പടച്ച റബ്ബ് ഞങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നബി തങ്ങളെ മഹബ്ബത്ത് ഊട്ടി ഉറപ്പിച്ച് തരട്ടെ. ഓ മുഅ്മിനീങ്ങളെ, ഇമാം ശിബ്ലി റളിയല്ലാഹു അൻഹുടെ നിരക്കര മരിച്ചു പോയപ്പാ കിനാബുൽ വന്ന് കേട്ടില്ലേ? ഓ ശിബ്ലി ഇമാം അയാളൊട്ടിക്ക് കേട്ടില്ലേ? മാ ഹാലുക ഫിൽ ഖബ്രി, നിന്റെ അവസ്ഥ എങ്ങനെ ഉണ്ട് മോനെ? ഖബറിലല്ലേ ആ മനുഷ്യ തീർത്ത് ജന്തു. ഓ ശിബ്ലി, ആദ്യത്തെ 2-4 വല്ലാത്ത പോക്കാണ്, കഷ്ടമാണ്, വല്ലാത്ത പേടിയായിട്ട് എന്ത്. മൂന്നാമത്തെ നാളിലുണ്ട് അൽഹംദുലില്ലാഹ്, ഞാൻ ചൊന്ന സ്വലാത്തുകളെ ബറക്കത്ത് കൊണ്ട് ഖബറിൽ വല്ലാത്ത വെളിച്ചം കിട്ടിപ്പോയിട്ട് ഞങ്ങളെ ഖബർ വെളിച്ചമാവനാ, ഞങ്ങളെ ഈമാനൊന്നു സലാമത്താവനാ, ഞങ്ങളെ ബിസിനസ് ബറക്കത്താവനാ, കടങ്ങൊന്നു തീർന്നു കിട്ടനാ, ടെൻഷനൊന്നും ഇല്ലാണ്ടാവനാ. ഏറ്റവും നല്ല പരിഹാരം അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുക്ക് പള്ളിക്ക് പറഞ്ഞോണ്ട് എന്തില്ല, മജ്ലിസ് സംഘടിപ്പിക്കാനോണ്ട് എന്തില്ല, ലൈറ്റിംഗ്സ് ഇടണോണ്ട് എന്തില്ല, ഇങ്ങനത്തെ ചെയറിലെ തെക്കനോണ്ട് എന്തില്ല. എവിടെയും ചൊല്ലാ, കിച്ചണിലും ചൊല്ലാ, നടക്കുമ്പം ചൊല്ലാ, ദയിക്കുമ്പം ചൊല്ലാ, ഉറങ്ങുമ്പം ചൊല്ലാ, എല്ലാ ജാഗത്തിലും സുലഭമായി എടുക്കുന്ന ഇബാദത്താണ് അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വലാത്ത് അധികരിച്ച് ജീവിതത്തിൽ വന്ന എങ്കിൽ മനുഷ്യകുബേനായ ഏറ്റവും നല്ല സ്വഭാവമില്ലേ? ആ സ്വഭാവം നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ പലരുടെ ഭാഗത്തിനു വേണ്ടി തപ്പുങ്ങ വന്നുകൊണ്ടുള്ളേ. ഏതാണ് ആ സ്വഭാവം? ലജ്ജ ചൊല്ല സ്വഭാവമാണ്, നാനം ചൊല്ല സ്വഭാവമാണ്. സ്വലാത്ത് അധികരിപ്പിക്കറോ. നബിതങ്ങളെ ഏറ്റവും നല്ല സ്വഭാവമായ ലജ്ജയില്ലേ ജീവിതത്തിൽ വേണ്ട. ആ നാനം നഷ്ടപ്പെട്ടതാണ് എന്റെ പലർക്കും മഅസിയത്താകുള്ള കാരണം. നബിതങ്ങളെ നാനം എത്ര മാത്രം എന്ത്. ആയിഷ റളിയല്ലാഹു അൻഹാ ചൊന്നുല്ലേ, നാനും നബിതങ്ങൾ മാപ്പുല പെഞ്ഞായിട്ട് പോലും നന്റെ ഗൗപ്യഭാഗം നബിതങ്ങൾ നോക്കിയിട്ടില്ല, നാണും നോക്കിയിട്ടില്ല. എന്തൊരു ജീവിതമാണ്. പ്രൈവേസിയായി കുളിക്കട ബാത്റൂമില് പോലും നബിതങ്ങൾ മുട്ടുപൊക്കിൽ മറക്കാണ്ട് കുളിച്ച ചരിത്രമില്ല. കാരണം സ്വന്തം തടിയുടെ നഗ്നത നോക്കണമേ ജീവിതത്തിൽ. അതേ ഖുശൂ ഇല്ലാണ്ടാക്കട മുഅ്മിനീങ്ങള്, പടച്ചറപ്പുടെ പേടി ഇല്ലാണ്ടാക്കട മുഅ്മിനീങ്ങള്, ഇബാദത്തുമായി ബന്ധപ്പെട്ട താല്പര്യം ഇല്ലാണ്ടാക്കട്. ഇത് സ്വന്തം നഗ്നത്തിന്റെ വിഷയാണ്ട് കണ്ടെങ്കിൽ ഓ മുഅ്മിനീങ്ങളെ, അന്യ പെണ്ണിടെ മുഖം നോക്കിടതും അശ്ലീലങ്ങ നോക്കിടതും നഗ്നത്തങ്ങ നോക്കിടതില്ലേ ഞങ്ങളെ സൂൽ ഖാത്തിമത്തുക്ക് കാരണമായി പോവൂ. ഈമാൻ നഷ്ടപ്പെടുകയുള്ള കാരണമായി പോവും. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. ഓ മുഅ്മിനീങ്ങളെ, ഖിയാമത്ത് അടയാളമായ നബിതങ്ങൾ പരിപാടി തന്നില്ലേ? എഞ്ചവിടം തെച്ചവിടം നോക്കിയവിടം കേട്ടവിടം മുണ്ടിയവിടെയും എല്ലാ ജാഗത്തിലും വ്യഭിചാരം അധികരിക്കട കാലം വരൂ. ആ കാലത്തിലല്ലേ ജീവിച്ചോണ്ടുള്ളേ. ഞങ്ങളെ പാലക്കാട് മക്കളിട്ടൊന്ന് കേക്കറൂ. 18-20 വർഷമായ ബുലൂഗായ 5 വർഷവും 3 വർഷമായ ഞങ്ങളെ പാലക്കാട് മാരട്ടൊന്ന് കേക്കറൂ. അങ്ങനെ നോക്കിയ റീൽസുകളെ സംഖ്യ എത്ര, അങ്ങനെ നോക്കിയ ഷോർട്സുകളെ സംഖ്യ എത്ര. ആഖിറത്തിൽ മാത്രം ഞങ്ങളെ ഹാജരാക്കി തീണ്ട് കണ്ടെങ്കിൽ ഞങ്ങളെ ഏറ്റവും ബുക്കിൽ ഏറ്റവും വലിയൊരു ലിസ്റ്റ് കാണുകൂ. അക്സ് ലിസ്റ്റ് ആയിട്ടിക്കൂ, ഷോർട്സ് റീൽസ് ലിസ്റ്റ് ആയിട്ടിക്കൂ. 3
വർഷത്തിൽ ഒരു ചെറുക്ക കണ്ട റീൽസുകളെ സംഖ്യ എത്ര സുബ്ഹാനല്ലാഹ് 5 ലാഖാണ് 10 ലാഖാണ്. ഓ മുഅ്മിനീങ്ങളെ ഞാൻ കേക്കട്ടാ, 500 വർഷം പടച്ച റബ്ബ് ആയുസ് തന്നാണ്ട് പേരിക്ക. ഈ 500 വർഷം യൂട്യൂബിലെ റീൽസ് നോക്കിയെങ്കിൽ തീരകുണ്ടാ, ഷോർട്സ് നോക്കിയെങ്കിൽ തീരകുണ്ടാ. ഞങ്ങൾ ആയുസ് എവിടെയാണ് ചെലവായോണ്ടുള്ളേ? യൂറോപ്യൻ രാഷ്ട്രം പണയം വെച്ചതാണ്, പണ പിടിച്ചതാണ്, ചലഞ്ചാക്കിയതാണ്. അതേ മനുഷ്യരുടെ ഹയാ നഷ്ടപ്പെടുത്തിയെങ്കിൽ, നാണം നഷ്ടപ്പെടുത്തിയെങ്കിൽ പിന്നെ ഏത് ദോഷത്തും ആ മനുഷ്യരുടെ കൊമന്നിട്ടിടക്കു സാധിക്കട്. അതുകൊണ്ടാണ് എന്റെ അശ്ലീലസിംഗ കൂടി വന്നേ. പണ്ട് കാലത്തൊന്ന് നിങ്ങൾ ആലോചനാക്കി നോക്കറു. ഞങ്ങൾ ഉമ്മമാരെ മറയത്ര മാത്രം ഇന്ത് അങ്ങ് പർത്ത് പണ്ടത് വിടറു. ഔത്തിൽ ഇന്നെങ്കിൽ പോലും എതിരെ തെനക് പോലും പറലില്ല. ഔത്ര ഉൾഗല്ലേ ഞങ്ങൾ ഉമ്മമാർ നിക്കലുള്ളേ. പണ്ടത്തെ ജീവിതമാ ഔത്തിൽ 10 മക്ക എങ്കിലും ആ ഉമ്മമാരെ അതേ ഒരു വക്തിയുടെ ചോറും മുടക്കലില്ല. സുബ്ഹാനല്ലാഹ്, ആ മക്കളെ കുളിപ്പാട്ടാണ്ടിക്കലില്ല, ആ മക്കളെ ഡ്രസ്സുകൾ കാണ്ടിക്കലില്ല, ആ ഔത്ര വത്തറ കാണ്ടിക്കലില്ല. മെഷീനും ഒന്നുമില്ലാത്ത കാലത്ത് സ്വന്തം തടിയുടെ മെഷീനാക്കി പ്രവർത്തിപ്പിച്ച ഞങ്ങളെ ഉമ്മമാർ ഞങ്ങളെ ആ ജീവിതത്തെ ബിസി പിടിച്ച ടൈമിൽ പോലും ഞങ്ങളെ നിസ്കാരം ഖളാ ആവലില്ല, ജമാഅത്ത് തപ്പലില്ല, ളുഹാ നിസ്കാരം തപ്പലില്ല, റവാത്തിബ് തപ്പലില്ല, വിത്റിങ്ങ തപ്പലില്ല. എന്തികു ചൊല്ലണ 4 ഗണ്ടയും 4.5 ഗണ്ടകും 3 ഗണ്ടകും എഞ്ചിട്ട് ആ പലയെ പറഞ്ഞ മുസല്ലയും ജുബ്ബയും ഇട്ടിട്ട് അങ്ങ് തഹജ്ജുദ് നിസ്കരിച്ചില്ലേ മുഅ്മിനീങ്ങളെ? കണ്ണിട തന്നെ ഒളിപ്പിച്ചങ്ങ് ദുആർന്നില്ലേ മുഅ്മിനീങ്ങളെ? അതിലെ ബറക്കത്തല്ലേ ഉണ്ട് കൊറിയ പൊടികാശിങ്ങ ഞങ്ങളെ കയ്യിൽ കിട്ടിപ്പോയിടേ. 3 വക്തുകും ചോറ് തിന്നുകു സാധിക്കടേ. ആ ഞങ്ങളെ ഉമ്മമാരെ തഖ്വ എവിടെ പോയിട്ട്? ആ നാനം എവിടെ പോയിട്ട്? അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. ഓ മുഅ്മിനീങ്ങളെ, നബി തങ്ങളുടെ ജീവിതത്തിൽ ഒരു കാലത്ത് പോലും നക്കനെയായി കുളിച്ച മനുഷ്യനല്ല. പിന്നമാ എന്തെങ്കിലും ഔറത്തുമായി ബന്ധപ്പെട്ട മസ്അലങ്ങൾ ചൊല്ലണോണ്ട് വേണ്ടെങ്കിൽ അവിടെ പോലും ഔറത്ര പേരെടുത്ത് ചൊല്ലലില്ല. അതാണ് ഒരു മസ്അലം കണ്ടേ. നിങ്ങൾ ആരെങ്കിലും കിടന്നുറങ്ങി എൻചാണ്ട് കണ്ടെങ്കിൽ അവന് പോയി ഡയറക്റ്റ് തന്നെ കൈമുക്കാണ്ടിക്കെട്ട് ഐക്ക് മുന്നൽ അവന്റെ കൈ അവന് കൽകെട്ട്. കാരണം എന്തേ? ലായദരി ഐനബാതതു യദുഹു, അവന്റെ കൈ എവിടേക്ക് പോയിട്ട് ചെന്നിട്ടുള്ള ബോധം അവന് കിക്കില്ലല്ല, അവന്റെ വറക്കിലല്ല, അവന്റെ കൈ എവിടേക്കെല്ലാം പോയിട്ടിക്കിടെ. അവിടെയും നബിതങ്ങൾ ആ ഔറത്ര പേര് ചൊന്നില്ല. അത് നബിതങ്ങളെ സഭ്യതയാണ്, ഹയാ ആണ്. ഓ മുഅ്മിനീങ്ങളെ, ഈ ലജ്ജനങ്ങൾക്ക് പരലോട് കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ 75% പണ്ട് ദോഷങ്ങളെ തൊട്ടും മാറി നിൽക്കുക സാധിക്കട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് നബിതങ്ങളെ ചൊന്ന് ഒരു അന്യ പെണ്ണിടെ മുഖം നോക്കുടെ സാഹചര്യം പറയുമ്പോ കരുത് കൂട്ടി നീ അല്ലാഹു ബേനായി നിന്റെ കണ്ണൊന്നു നീ താത്തരാണ്ട് കണ്ടെങ്കിൽ, നിന്റെ കണ്ണൊന്നു നീ മുച്ചരാണ്ട് കണ്ടെങ്കിൽ, മനുഷ്യന്മാർക്ക് ബേനായിട്ടല്ല പടച്ചറബുക്ക് ബേനായിട്ട് നീ ആസുറ എടുക്കടേണ്ട കണ്ടെങ്കിൽ ഔറതല്ലാഹു ഫീ ഖൽബിഹി ഹലാവത്തൽ ഇബാദ, അവന്റെ കൽബിൽ പടച്ചറബ് ഇബാദത്തിനൊട്ടിಗೆ മാധുര്യം ഇട്ട് തണ്ട, മധുരം ഇട്ട് തണ്ട. അൽഫാമ് തിന്നുമ്പോ ടേസ്റ്റ് ഇല്ലേ? ഉപ്കരി വെക്കുമ്പോ വായിൽ തന്നി വരലില്ലേ? മയോനിസ് കാണുമ്പോ വായിൽ തന്നി വരലില്ലേ? എന്തുകൊണ്ട് നിസ്കാരത്തിന് വാങ്ങിക്കൊടുക്കുമ്പോഴേ അതേ ഞങ്ങളുടെ വായിൽ തന്നി വരലില്ല? വാറത്തൂർക്ക് സ്വലാത്ത് നടക്കുമ്പോ എന്തേ ആ മജ്‌ലിസിൽ ദിക്കുക മനസ്സ് കേൾക്കില്ല? ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹി, അതുക്കുള്ള കാരണമാണ് മുഅ്മിനീങ്ങളെ ടേസ്റ്റ് വന്നിട്ടില്ല ചൊല്ലത്. ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹി, സ്വർഗ്ഗം കിട്ടണ കുറേ കഷ്ടങ്ങൾ സഹിക്കുനായി പണ്ട് മുഅ്മിനീങ്ങളെ. ഈ ലോകത്തിലൊരു 10,000 ശമ്പളം പോലും കിട്ടണോണ്ട് കണ്ടെങ്കിൽ സുബഹിടെ പിടിച്ചു മോന്തി തോലും നയിക്കണ്ടേ മുഅ്മിനീങ്ങളെ? എങ്കിൽ അനന്തമായ സുഖം കിട്ടണോണ്ട് കണ്ടെങ്കിൽ വേണ്ടേ ഞങ്ങളെ ഭാഗത്തിൽ കുറെ അധ്വാനങ്ങ, കുറെ കഷ്ടങ്ങ. അതേ സമയത്തിൽ നരകത്തുക പോക ഒരു ടെൻഷനും ഇല്ല, സുഖമായി ജീവിച്ചെങ്കിൽ മൈ. അതാണ് ഹുഫത്തിൻ നാറു ബിശ്ശഹവാത്ത്. കുറെ ആഗ്രഹം, ഇച്ഛകം, ഞങ്ങളെ ഇഷ്ടങ്ങമില്ലേ? ആ ഇഷ്ടങ്ങ പോയി എത്തുപാട്ടത് നരകത്തുകാണ്. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു ചൊന്നുല്ലേ, മോനെ അരഗണ്ട ഫിൽമ് നോക്കുമ്പോ നിന്റെ മനസ്സിലിക്കട്ട്, അരഗണ്ട നക്ക് നരകത്തിൽ ദൈക്കുള്ള താക്കത്തുണ്ടോ? ഈ ബോധമുള്ളവന് അരഗണ്ട ഫിൽമ് നോക്കട്ടെ. എന്റെ ധാരാവാഹി നോക്കി നിക്കടെ പെണ്ണെ, നിന്റെ മനസ്സിലൊരു ബോധമിക്കട്ടി, 1 ഗണ്ട നരകത്തിൽ ദൈക്കുള്ള താക്കത്തുള്ളവനാണ് ഞാൻ. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. ഓ മുഅ്മിനീങ്ങളെ,
മുഅ്മിനീങ്ങളെ നന്റെ പ്രസംഗം നിപ്പാട്ട നേരെ കുറെ ആയിട്ട് റസൂലുള്ളാഹിയുടെ സ്നേഹം വെക്കുള്ള ഏറ്റവും നല്ല തെരുവാണ് അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തുമെല്ലാം ആ റൂട്ട് സ്വീകരിച്ചു പോയാർ. സ്വഹാബത്തുമെല്ലാം റസൂലുള്ളാഹിയുടെ വല്ലാതെ സ്നേഹിച്ചു പോയാർ. മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു താബിയും സ്നേഹിച്ചു പോയിട്ട് അങ്ങനെ തുടങ്ങിയ സർവമഹാന്മാരും ആലിമീങ്ങളും ഇമാമീങ്ങളും നബിതങ്ങളെ ബാക്കിൽ പൂനാർ. അതുകൊണ്ടാണ് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ചൊന്നേ മാനിം തുനൗമൻ ഇല്ലാ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാണ് ഉറങ്ങലില്ല, ഉറങ്ങിയപ്പോഴെല്ലാം റസൂലുള്ളാഹിയുടെ നക്ക് കാണലാണ്. ദച്ചൗടം നിണ്ടൗടയും നബിതങ്ങളെ കണ്ടോണ്ടിന്ന് മഹാന്മാരാണങ്ങ. സ്വഹാബത്ത് എല്ലാം അതുപോലെയാണ്. ഓ മുഅ്മിനീങ്ങളെ, ആ നബിതങ്ങളെ വല്ലാത്ത സ്നേഹിച്ച സ്വഹാബത്ത് സ്വന്തം തടിടങ്ങ കത്തുപാട്ടിയാർ. എങ്ങനെയാണ് കത്തുപാട്ടിയെ? കോലുകൊണ്ട് കത്തുപാട്ടിയതല്ല, സ്വന്തം തടിക്കുള്ള ബലങ്ങ വെച്ചു കൊടുത്തില്ല, സ്വന്തം ആഗ്രഹത്തുക്കുള്ള ബലം വെച്ചു കൊടുത്തില്ല. അതാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, മഹാൻ മങ്ങിലാവുക ഭർത്തായപ്പ 150 ദിർഹം മഹരുടെ പെണ്ണയുടെ പാട്ടി ചൊന്നാറ്. മഹാനുകളെ 150 ദിർഹം പൊട്ടിട്ട് ഒരു ദിർഹം പോലും കയ്യിലില്ലാത്ത കാലമാണ്. കൂടെയുള്ള സ്വഹാബത്ത് ചൊന്നാറ്, അബ്ദുറഹ്മാനെ പേടിക്കണ്ട, നിന്റെ മങ്ങിലത്തെ ചെലവ് നോക്കുക, ഞങ്ങൾ റെഡിയാണ്. അബ്ദുറഹ്മാൻ തിരിച്ചു ചെന്നു, നിങ്ങളെ ഹങ്കിലാണ് മങ്ങിലാവില്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പച്ച പുല്ലുടെയും കെട്ട് പുറത്തു കൊണ്ടുപോയിട്ട് ചുടുചുടാ പൊള്ളുടെ മറുഭൂമിയിൽ പോയിട്ട് 6 തിങ്കൾ ചോരയും വേർപ്പാകിട്ട് നയിച്ചിട്ട് അധ്വാനിച്ചിട്ട് ആ പുല്ലുടെ വണക്കിട്ട് മാർക്കറ്റിൽ കമന്ന് വിത്തപ്പാ 160 ദിർഹം മഹാന്റെ കയ്യിൽ ലാഭമായി കിട്ടിട്ട് ആ 150 ദിർഹം മഹർ കാണു, 10 ദിർഹം ഡ്രസ് കാണു. മാർക്കറ്റിൽ വന്ന് ഡ്രസ് എടുക്ക് നിൽക്കുമ്പോ പെറോത്തിൽ ഒരാളെ കണ്ട്. ആരാണത്? സയ്യിദുൽ, അതേ സയ്യിദുൽ ആലമീൻ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി തങ്ങൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫുടെ വിളിച്ചു കേട്ട്, അബ്ദുറഹ്മാൻ എന്ത്രയാണ് വിശേഷമുള്ള മാർക്കറ്റിൽ കണ്ടല്ലേ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചൊന്തു, നബിയെ മങ്ങിലാവ് കാണു ഭർത്തായിട്ടുള്ള 10 ദിർഹമുടെ ഡ്രസ് എടുക്കുകയാണ് ഈ മാർക്കറ്റിൽ വന്നേ. നബി തങ്ങളൊട്ട് തിരിച്ച് അബ്ദുറഹ്മാൻ കേട്ടിട്ട്, നബിയെ വല്ലാത്ത ചൂടുകാലത്ത് എന്തുകൊണ്ടാണ് നബിയെ ഈ മാർക്കറ്റിൽ കണ്ടേ? നബി തങ്ങൾ അവിടെ ചൊന്നില്ല, മോനെ അബ്ദുറഹ്മാൻ, മദീനത്തിലുള്ള 400ഓളം നന്റെ അസ്ഹാബ് സുഫ ഇല്ലേ, നന്നൊട്ടിಗೆ പഠിക്കുക വന്ന മുതഅല്ലിമീങ്ങ ഇല്ലേ, തട്ട ദരിദ്രന്മാരാണ്, പരദേശിങ്ങാണ്, ഗുലാമമാരാണ്, തിന്നുക ഗതിയില്ലാത്തങ്ങാണ്, കുടിക്കുക തന്നെയില്ലാത്തങ്ങാണ്. ആ പാവങ്ങളെ ഒന്ന് നോക്കണ്ടേ അബ്ദുറഹ്മാൻ? അങ്ങക്ക് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കിട്ടാ, അങ്ങക്ക് എന്തെങ്കിലും വ്യവസ്ഥക്കുള്ള പൈസ കിട്ടാ ചൊന്നിട്ടാണ് ഈ മാർക്കറ്റിൽ നാണ് വന്നേ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫുടെ മനസ്സൊന്ന് പൊട്ടിപ്പോയിട്ട്, ഓ മുഅ്മിനീങ്ങളെ, അബ്ദുറഹ്മാൻ വിളിച്ചു ചൊല്ലു, നബിയെ നിന്റെ ജീവിതം സമ്പൂർണമായി സമർപ്പിച്ചത് നബിതങ്ങളാണ്. നബിതങ്ങളെ കുറിച്ചല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 200-ലേറെ പിതാക്കാബി വ ഉമ്മി യാ റസൂലല്ലാഹ്, നബിയെ രണ്ട് അബ്ബടയും ഉമ്മടയും കൊടുത്തിട്ടെങ്കിലും നിങ്ങളെ സംരക്ഷിക്കുകയാണ് റെഡി ചെന്ന നേതാവാണ് അബൂബക്കർ സിദ്ദീഖ്. ഉമർ ഇബ്നുൽ ഖത്താബ് അതുപോലെയാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അങ്ങനെയാണ്. അതേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫുടെ മനത്തിൽ പോയിട്ട്, ഓ നബിയെ നന്റെ ഹബീബായ നിങ്ങൾ ഈ ചൂടുകാലത്ത് ഈ മാർക്കറ്റിൽ നടന്നിട്ട് ആൽമാരെ കയ്യിൽ ഇങ്ങനെ കളക്ഷൻ ആക്കുമ്പോ ഈ അബ്ദുറഹ്മാൻ ചൊല്ല നിങ്ങളെ ശിഷ്യകു മങ്ങിലത്തെ സുഖം വേണ്ട, മങ്ങിലത്തുള്ള ഡ്രസ് വേണ്ട, ആ 160 ദിർഹമും കീസിലെടുത്തിട്ട് നബി തങ്ങളെ കയ്യിൽ കൊടുത്തു പോയിട്ട്, ഓ മുഅ്മിനീങ്ങളെ, ദുനിയാവിടെ മോഹമൊന്നും അങ്ങ് തടയായില്ല, ദുനിയാവിടെ ആഡംബരമൊന്നും തടയായില്ല. റസൂലുള്ളാഹിയുടെ മഹബ്ബത്ത് അത്ര മാത്രം മൂത്തുപോയിട്ട് നബി തങ്ങളെ മനസ്സ്
മനസ്സും പൊട്ടിപ്പോയിട്ട് നബിതങ്ങളെ കണ്ണിൽ തന്നെ വന്നു പോയിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ദുആർന്നു പോയിട്ട് അല്ലാഹുമ്മ ബാരിക് അബ്ദുറഹ്മാൻ പടച്ച റബ്ബേ അബ്ദുറഹ്മാനക്ക് നീ ബറകത്താക്കുന്നു അല്ലാഹ്. ആ ദുആത്തെ ഫലം കൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അതേ പിന്നീട് കാലത്ത് ഇടീ അറേബ്യൻ രാജ്യത്തെ നമ്പർ 1 ശ്രീമന്തമായി പോയില്ലേ. ഒരു 5 പൈസ പോലും കയ്യിലില്ലാത്ത സഹാബി ഒരു കാലത്ത് ഏറ്റവും വലിയ പൈസക്കാരനായി വന്നില്ലേ. മഹാൻ മരിക്കുന്ന ടൈം ആകുമ്പോ സുബ്ഹാനല്ലാഹ് അയാളെ സ്വത്തൊന്ന് ഓതി വെച്ച് നോക്കിയാറ് ആ 4 പെഞ്ഞായിമാർക്കും 8-1 സ്വത്ത് ഓതി വെച്ചപ്പാ ആ ഓരോ സ്വത്തുകളെയും സുബ്ഹാനല്ലാഹ് പാല് വെച്ചപ്പാ ഓരോ പെഞ്ഞായിമാർക്കും കിട്ടിയ സ്വത്ത് എത്ര കൊന്തുണ്ടാ 80,000 പവനാണ്. മുഅ്മിനീങ്ങളെ റസൂലുള്ളാഹിയുടെ കൈ പിടിച്ചങ്ങ റസൂലുള്ളാഹിയുടെ സഹായിച്ചങ്ങ റസൂലുള്ളാഹിയുടെ ദീന്റെ കൊണ്ട് നടന്നങ്ങ സ്വത്ത ചരിത്രമില്ല. അതേ എവിടെയും അപകടത്തിൽ പോയ ചരിത്രമില്ല. എല്ലാ ജാഗത്തും ഗന്ധിയ ചരിത്രങ്ങാനുള്ളേ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. റസൂലുള്ളാഹിയുടെ സഹായിക്കൂ. ഇണ്ട് നബിതങ്ങൾ ഞങ്ങളൊട്ടിക്ക് ജീവന്തമായില്ല എങ്കിലും ഞങ്ങളുടെ സ്വഭാവത്തിലുണ്ടോ, ഞങ്ങളുടെ വേഷഭൂഷണത്തിലുണ്ടോ, ഞങ്ങളുടെ പള്ളിയിലുണ്ടോ, പള്ളിയുടെ ഖബർസ്ഥാനത്തിലുണ്ടോ, അവിടെയെല്ലാം നബിതങ്ങളുടെ സാന്നിധ്യം കണ്ടു മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നബിതങ്ങൾക്ക് നേരിട്ട് സഹായിക്കുക സാധിക്കാത്ത ദൗർഭാഗ്യവന്തന്മാരായ ഞങ്ങളെ റായത്തെ പള്ളിയുടെ ജാഗത്തുക്ക് പേനായി ഒന്ന് ശ്രമിക്കുക, ഐക്യ പേനായി ഒന്ന് മുണ്ടുക, ഐക്യ പേനായി ഒന്ന് ചെലവാക്കുക. ഞങ്ങളെ ഖബർസ്ഥാനം എപ്പോഴും കിടക്കുള്ളൊരു ജാഗമാണ്. നബിതങ്ങൾ സ്വർഗത്തെ തോട്ടം ചെന്ന് വിശേഷിപ്പിച്ച ജാഗമാണ്. ഐക്കുള്ള അധ്വാനം ഖായിബാവല മുഅ്മിനീങ്ങളെ. ദുനിയാവും ആഖിറവും അതേ നഷ്ടപ്പെടാണ്ടിക്കുക, ആഖിറം വിജയിക്കുക. ഏറ്റവും നല്ല സംഭാവനയാണ് സദഖത്തുൻ ജാരിയ. മരിച്ചു പോയെങ്കിലും നിലനിൽക്കണ സംഗതിയാണ്. പടച്ച റബ്ബ് നമുക്ക് നല്ലയ്ക്കുള്ള തൗഫീഖ് തരട്ടെ. സ്വഹാബത്തിനെ പോലെ അല്ലെങ്കിലും അതിലെ ചെറിയൊരു അംശമെങ്കിലും അതേ ഈ ദീനുമായി നല്ലൊരു കൂറ് പുലർത്തുകയും ഈ ദീനുമായി സഹകരിക്കുള്ള തൗഫീഖ് അല്ലാഹു തരട്ടെ. പടച്ച റബ്ബേ ഞങ്ങളെ